ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. വീണ്ടും വരുവാനിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളെല്ലാവരെയും ഈ ശുശ്രൂഷയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ആമേൻ. ഇന്ന് പകൽക്കാലം ഞാൻ സന്തോഷവാനാണ്. കാരണം നിങ്ങളുടെ മുൻപിൽ ദൈവവചനവുമായി നിൽക്കുവാൻ ദൈവം ഒരിക്കൽ കൂടി എനിക്ക് നൽകിയ ഈ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ആമേൻ. ഇന്ന് എത്ര പേർ റെഡിയാണ് ദൈവത്തിൽ നിന്ന് ചിലത് പ്രാപിപ്പാൻ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ആമേൻ. നമുക്ക് ഓരോ വചന ശുശ്രൂഷയും ഒരു പുതിയ അനുഭവമാണ്. ആമേൻ. പുതിയ അറിവാണ്. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത തലത്തിലോട്ടുള്ള കാൽവയ്പാണ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. അല്പസമയം എല്ലാവരും കണ്ണുകൾ അടച്ചൊന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ, ഇന്ന് പകൽക്കാലം അങ്ങനോട് സംസാരിക്കണം. കർത്താവേ, ഞാൻ ആഗ്രഹിക്കുന്ന നിലവാരത്തെക്കാൾ കൂടുതൽ പിതാവേ അങ്ങനോട് സംസാരിക്കണം. കർത്താവേ, ഞങ്ങളെ തന്നെ താഴ്ത്തി അപ്പൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിന്ന് ഞങ്ങളോട് സംസാരിക്കണം. കർത്താവേ, മാനുഷികമായതൊന്നും വെളിപ്പെടരുത്. കർത്താവേ, മാനുഷിക ബുദ്ധിയിൽ നിന്നൊന്നും വെളിപ്പെടരുത്. കർത്താവേ, ഇന്ന് പകൽക്കാലം ആത്മാവ് ഞങ്ങളോട് സംസാരിക്കണം. ആത്മാവ് ഞങ്ങളോട് സംസാരിക്കണം. പരിശുദ്ധാത്മാവിൽ ഞങ്ങളോട് സംസാരിക്കണം. കർത്താവേ, ഞങ്ങളെ പൂർണ്ണമായി അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. ഏൽപ്പിക്കുന്നു ഡാഡി, ഏൽപ്പിക്കുന്നു ഡാഡി. അങ്ങയുടെ വലിയ സാന്നിധ്യത്താൽ, അങ്ങയുടെ വലിയ സാന്നിധ്യത്താൽ ഞങ്ങളെ നിറച്ചാട്ടെ കർത്താവേ. കർത്താവെ, ഒഴിഞ്ഞ പാത്രങ്ങളായി ഞങ്ങളോട് ഇരിക്കുന്നുണ്ടെങ്കിൽ കർത്താവെ, ഇന്ന് പകൽക്കാലം ഈ ശുശ്രൂഷയുടെ മധ്യത്തിൽ കർത്താവെ, അത് നിറഞ്ഞു കവിയുന്നൊരു സാന്നിധ്യമായി, അത് നിറഞ്ഞു കവിയുന്നൊരു പാത്രമായി ഹോളി സ്പിരിറ്റ് നിറച്ച ഇന്ന് കർത്താവെ, ഒഴിഞ്ഞ പാത്രങ്ങളായി നിൽക്കുന്ന ജനത്തെ അങ്ങ് നിറച്ചാണ് കർത്താവെ. കവിഞ്ഞൊഴുകുന്നൊരു ബ്ലെസ്സിങ്, കർത്താവെ, കവിഞ്ഞൊഴുകുന്നൊരു ബ്ലെസ്സിങ് ഇന്ന് ജനത്തിന്റെ മേൽ. Hallelujah, hallelujah, hallelujah. Thank you, Holy Spirit. Fill us, Father. Fill us, Father. പരിശുദ്ധാത്മാവിൽ നിന്ന് ഞങ്ങളെ നിറച്ചാണ്. Thank you, Holy Spirit. Thank you, Jesus. 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 ഇന്നലെ ദൈവത്തിന്റെ ദാസൻ ഓൺലൈനിലെ പോസ്റ്റർ ഇടുമ്പോൾ സാധാരണ പുള്ളി ഒന്നും ചോദിക്കാറില്ല. ആമേൻ. മെസ്സേജ് പറയുകയാണെങ്കിൽ ഒരു ഫോട്ടോ, പുള്ളിയുടെ ഹൃദയത്തിൽ തോന്നുന്ന വാക്യം അല്ലെങ്കിൽ ആ വേർഡ് പുള്ളി എഴുതും. അങ്ങനെ ഇന്നലെ ഇത് പറഞ്ഞിട്ട് ഇത് ആരംഭിച്ചില്ലെങ്കിൽ ആ മെസ്സേജിനൊരു പ്രാധാന്യം കാണത്തില്ല. അതുകൊണ്ടാണ്. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവിന്റെ കണക്ഷൻ സഭയോട് കൂടെ ഉള്ളത് കൊണ്ട്, ആമേൻ, ഹല്ലേലൂയ. ആത്മാവ് ഒരുപോലെ ചിന്തിക്കുന്നത് കൊണ്ട്, ആമേൻ, ഹല്ലേലൂയ. ഈ പോസ്റ്റർ ഇടുമ്പോൾ അതിന്റെ ബാക്കിൽ ഇങ്ങനെ എഴുതിയിരുന്നു, God will restore what has been lost. Amen. Amen. God will restore. ദൈവം നിങ്ങളെ റീസ്റ്റോർ ചെയ്യുക. Amen. Hallelujah. What has been lost. എന്തോ നഷ്ടപ്പെട്ടതിനെ ദൈവം റീസ്റ്റോർ ചെയ്യുക. Hallelujah. Hallelujah. Amen. എന്തോ നഷ്ടപ്പെട്ടതിനെ കർത്താവ് ഇന്ന് പകൽക്കാലം റീസ്റ്റോർ ചെയ്യുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. ഇത് പറയാൻ കാരണം ഞാൻ ദൈവസന്നിധിയിൽ
ഇന്നത്തെ ദിവസത്തിന് വേണ്ടി ഇരിക്കുമ്പോൾ കർത്താവിൻ്റെ ഉള്ളിൽ തന്ന വേർഡായത്, ഞാൻ ജനത്തിനെ റീസ്റ്റോർ ചെയ്യാൻ പോവാം. ഹല്ലേലൂയ. ചില നഷ്ടപ്പെട്ടതിനെ ഞാൻ റീസ്റ്റോർ ചെയ്യാൻ പോവാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. എത്ര പേർ അത് വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. എവിടെയോ മനുഷ്യന് നഷ്ടപ്പെട്ടത് കർത്താവ് അത് റീസ്റ്റോർ ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. അപ്പോസ്തല പ്രവൃത്തി അതിന്റെ 2-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം. നിങ്ങൾ ഊഹിക്കുന്നത് പോലെ ഇവർ ലഹരി പിടിച്ചവരല്ല. മതി. ഹല്ലേലൂയ. നിങ്ങൾ ഊഹിക്കുന്നത് പോലെ ഇവർ ലഹരി പിടിച്ചവർ അല്ല. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. നിങ്ങൾ പ്രതികരിച്ചാട്ടെ. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. നിങ്ങൾ ഊഹിക്കുന്നത് പോലെ ഇവർ ലഹരി പിടിച്ചവർ അല്ല. 2-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം. പകൽ 3-ാം മണി നേരമേ ആയിട്ടുള്ളുവല്ലോ. ഇത് യോവേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതത്രേ. അതെന്തെന്നാൽ, ആമേൻ, ഹല്ലേലൂയ. നിങ്ങൾ ഊഹിക്കുന്നത് പോലെ ഇവർ ലഹരി പിടിച്ചവരല്ല. ആമേൻ. ഇത് യോവേൽ പ്രവാചകൻ മുഖാന്തരം അരുൾ ചെയ്തതത്രേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ആമേൻ. ഈ ലോകം നമ്മെ കാണുന്നത് പോലല്ല. നമ്മളെ നോക്കി പരിഹസിക്കുന്നവർ നമ്മളെ കാണുന്നത് പോലല്ല. ആമേൻ. ഇന്ന് പകൽക്കാലം നിന്റെ മേൽ കിടക്കുന്ന വാഗ്ദത്തമാണത്. ഹല്ലേലൂയ. പത്രോസ് മാളിക മുറിയുടെ വെളിയിൽ നിന്ന് വന്ന്, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിനാൽ ശക്തി പ്രാപിച്ച്, ഹല്ലേലൂയ, അവൻ ജനത്തോട് സംസാരിക്കുമ്പോൾ ജനം അവനെ നോക്കി പറഞ്ഞു, നിങ്ങൾ ലഹരി പിടിച്ചവരാണ്. എന്നാൽ ഹല്ലേലൂയ, പത്രോസ് അവരോട് പറയുന്നു, ഞങ്ങൾ ലഹരി പിടിച്ചതല്ല, ഇത് മുൻപേ എഴുതി വെച്ച വാഗ്ദത്തമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. ഇത് ഇപ്പോൾ നടന്നതല്ല. ഹല്ലേലൂയ, ഇത് മുൻപേ അവൻ പറഞ്ഞതാണ്. അതാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ആമേൻ, ഹല്ലേലൂയ. ഒന്ന് ചേർന്ന് പറയാമോ? വാഗ്ദത്തം എൻ്റെ നിക്ഷേപമാണ്. ഒന്ന് ഉറക്കെ പറ, വാഗ്ദത്തം എൻ്റെ നിക്ഷേപമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. അന്ത്യകാലത്ത് സകല ജഡത്തിന്റെ മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരും. യോവേൽ പ്രവാചകന്റെ പുസ്തകം അതിന്റെ 2-ാം അധ്യായം 27-ാം വാക്യം. യോവേൽ പ്രവാചകനോട് ദൈവം നൽകിയ വാഗ്ദത്തമാണ് അപ്പോസ്തല പ്രവൃത്തിയിൽ നമ്മൾ കാണുന്നത്. യോവേൽ, ആമേൻ, 2:27. ഞാൻ ഇസ്രായേലിന്റെ നടുവിലുണ്ട്. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവ, മറ്റൊരുത്തനുമില്ല എന്ന് നിങ്ങൾ അറിയും. എന്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകുകയുമില്ല. ആമേൻ, ഹല്ലേലൂയ. ഒന്നുകൂടെ വായിച്ചു സിസ്റ്റർ. ഞാൻ ഇസ്രായേലിന്റെ നടുവിലുണ്ട്. ഞാൻ ഇസ്രായേലിന്റെ നടുവിലുണ്ട്. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവ. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവ, മറ്റൊരുത്തനുമില്ല എന്ന് നിങ്ങൾ അറിയും. മറ്റൊരുത്തനുമില്ല എന്ന് നിങ്ങൾ അറിയും. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഇസ്രായേലിന്റെ നടുവിൽ ഉണ്ട്. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവ. വാഗ്ദത്തമായത്. 2-3 എവിടെ എൻ്റെ നാമത്തിൽ കൂടിയാലും അവരുടെ മധ്യത്തിൽ. ആമേൻ, ആമേൻ. എൻ്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല. ഹല്ലേലൂയ. അവൻ്റെ സാന്നിധ്യമുള്ളിടത്ത്, അവൻ്റെ സാന്നിധ്യത്തിൽ നിൽക്കുന്നവർ ഒരു നാളും ലജ്ജിച്ചു പോകത്തില്ല.
ആമേൻ. അതിന്റെ താഴോട്ട് വായിച്ചു സിസ്റ്റർ. അതിന്റെ ശേഷമോ ഞാൻ സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും. അതിനുശേഷമോ ഞാൻ സകല ജഡത്തിന്റെ മേലും എന്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും. ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും കൂടെ ഞാൻ ആ നാളുകളിൽ എന്റെ ആത്മാവിനെ പകരും. ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും കൂടെ ഞാൻ ആ നാളിൽ എന്റെ ആത്മാവിനെ പകരും. ഇത് യോവേലിൽ പറഞ്ഞിരിക്കുന്നതാണ്. ആമേൻ, ഹല്ലേലൂയ. എന്നാൽ ഈ വാഗ്ദത്തത്തിന്റെ നിവർത്തീകരണം അപ്പോസ്തല പ്രവൃത്തിയിലാണ്. നിങ്ങൾക്ക് മനസ്സിലായില്ല? ഹല്ലേലൂയ. വാഗ്ദത്തം എന്റെ നിക്ഷേപമാണ്. ഹല്ലേലൂയ. ഞാൻ ഒരു ഉറപ്പും കൂടെ നിങ്ങൾക്ക് തരാം. വാഗ്ദത്തമുള്ളവൻ വാഗ്ദത്തം നിറവേറാതെ അവൻ ഈ ലോകത്തിൽ നിന്ന് പോകത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. വാഗ്ദത്തമുള്ളവൻ വാഗ്ദത്തം നിറവേറാതെ ഈ ലോകത്തിൽ നിന്ന് അവൻ പോകത്തില്ല. വാഗ്ദത്തമുള്ളവർ എത്ര പേരുണ്ട്? പെട്ടെന്ന് പോകാത്തവർ എത്ര പേരുണ്ട്? ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ആമേൻ, ആമേൻ. ചില സമയത്ത് ഞാൻ മെസ്സേജിലോട്ട് വരുന്നു. ഹല്ലേലൂയ. ചില സമയത്ത് നമ്മൾ ഭയങ്കര നിരാശയിലോ ദുഃഖത്തിലോ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലൊക്കെ ആകുമ്പോൾ നമ്മൾ ചിലപ്പോഴെങ്കിലും ചിന്തിച്ചു, ഒന്ന് ചത്താ മതി. നീ ചാകത്തില്ല, കാര്യം വാഗ്ദത്തം നിന്റെ കൂടെ ഉണ്ട്. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വാഗ്ദത്തം നിന്റെ മേൽ കിടപ്പുണ്ടെങ്കിൽ നീ ചാകാൻ ആഗ്രഹിച്ചാൽ പോലും നീ ചാകത്തില്ല. ഹല്ലേലൂയ, ആമേൻ. നീ തൂങ്ങാൻ കയറെടുത്ത കയറ് പൊട്ടി വീഴും. ഹല്ലേലൂയ. നീ ബസ്സിന്റെ ഫ്രണ്ടിൽ ചാടിയ ബസ് നിൽക്കും. ആമേൻ. വാഗ്ദത്തം പറഞ്ഞു, വാഗ്ദത്തം എൻ്റെ നിക്ഷേപമാണ്. ഹല്ലേലൂയ. ഞാൻ ഒരിക്കൽ കൂടി ചോദിക്കുന്നു, വാഗ്ദത്തമുള്ളവർ എത്ര പേരുണ്ട്? ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. സമാധാനമായി മരിക്കത്തില്ലല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മരണത്തെ പേടിക്കണ്ട. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞങ്ങളേക്ക് ജീവിക്കാനും ഇവിടെ നിൽക്കാനും ശുശ്രൂഷിക്കാനും എല്ലാം ബലപ്പെടുത്തുന്നത് ഞങ്ങളുടെ വാഗ്ദത്തങ്ങളാണ്. ആമേൻ. എൻ്റെ ബലം എൻ്റെ വാഗ്ദത്തം. ഹല്ലേലൂയ. എൻ്റെ ദൈവം എന്നെ തളരാൻ അനുവദിക്കത്തില്ല. ഹല്ലേലൂയ, ആമേൻ. യോസേഫിന്റെ വാഗ്ദത്തം കൊട്ടാരത്തിലാണെങ്കിൽ, ഏത് പൊട്ടക്കിണറ്റിൽ വീണാലും, ഏത് പോത്തിഫറിന്റെ വീട്ടിൽ അവൻ അപമാനിക്കപ്പെട്ടാലും, ഏത് കാരാഗൃഹത്തിൽ അവൻ അടയ്ക്കപ്പെട്ടാലും, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ഏത് ശത്രു അവനെ നിഗ്രഹിക്കാൻ ശ്രമിച്ചാലും ഒരു ശത്രുവിനും അവനെ നിഗ്രഹിക്കാൻ കഴിയത്തില്ല. വാഗ്ദത്തം അവന്റെ മേൽ കിടപ്പുണ്ടെങ്കിൽ, വാഗ്ദത്തം അവന്റെ മേൽ കിടക്കുന്നത് കൊണ്ട്, ഹല്ലേലൂയ, ഏത് സാഹചര്യത്തിൽ കൂടി അവൻ കടന്നു പോയാലും വാഗ്ദത്തത്തിൽ തന്നെ അവൻ ചെല്ലും. വാഗ്ദത്തമുള്ളവൻ നിരാശപ്പെടരുത്. ആമേൻ. വാഗ്ദത്തമുള്ളവൻ നിരാശപ്പെടരുത്. ഹല്ലേലൂയ. നിരാശ നിന്നെ തളർത്തും, നിരാശ നിന്നെ നശിപ്പിക്കും. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. ഇന്നത്തെ കുറിവാക്യം ഇതാണ്: എവിടെയോ നഷ്ടപ്പെട്ടതിനെ ദൈവം റീസ്റ്റോർ ചെയ്യുക. ആമേൻ. ദൈവം മനുഷ്യന് നൽകിയത് അവൻ നഷ്ടപ്പെടുത്തിയത്, ഹല്ലേലൂയ, അപ്പോസ്തല പ്രവൃത്തിയിൽ കൂടി അവൻ വീണ്ടും മനുഷ്യന് നൽകുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. ദൈവം അവന് നൽകിയത്, അവൻ നഷ്ടപ്പെടുത്തിയതിനെ അപ്പോസ്തല പ്രവൃത്തിയിലൂടെ ദൈവം അത് മടക്കി കൊടുക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ.
മനുഷ്യൻ എവിടെയാണ് നഷ്ടപ്പെടുത്തിയത്? ഉൽപ്പത്തി 3-ാം അധ്യായം. ഉൽപ്പത്തി 3-ാം അധ്യായം. യഹോവയായ ദൈവം ഉണ്ടാക്കിയ എല്ലാ കാട്ടുജന്തുക്കളെക്കാളും പാമ്പ് കൗശലമേറിയതായിരുന്നു. അത് സ്ത്രീയോട്, തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിന്റെ ഫലവും നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. സ്ത്രീ പാമ്പിനോട്, തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലം ഞങ്ങൾക്ക് തിന്നാം, എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് തോട്ടത്തിന്റെ നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തൊടുകയും അരുത് എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. പാമ്പ് സ്ത്രീയോട്, നിങ്ങൾ മരിക്കയില്ല നിശ്ചയം, അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണ് തുറക്കുകയും നിങ്ങൾ നന്മ തിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആകുകയും ചെയ്യും എന്ന് ദൈവം അറിയുന്നു എന്ന് പറഞ്ഞു. ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാൺമാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യവും എന്ന് സ്ത്രീ കണ്ടു. ഫലം പറിച്ചു തിന്നു, ഭർത്താവിനും കൊടുത്തു, അവനും തിന്നു. ഉടനെ ഇരുവരുടെയും കണ്ണു തുറന്നു, തങ്ങൾ നഗ്നരെന്നറിഞ്ഞ് അത്തിയില കൂട്ടി തുന്നി തങ്ങൾക്ക് അരയാട ഉണ്ടാക്കി. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ആമേൻ, ഹല്ലേലൂയ. മനുഷ്യന്റെ ദൈവം നൽകിയ കൃപാവരങ്ങൾ എവിടെ നഷ്ടപ്പെട്ടു? എവിടെ വെച്ച് നഷ്ടപ്പെട്ടു? ഏദനിൽ വെച്ച് നഷ്ടപ്പെട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. മനുഷ്യന് ദൈവം നൽകിയ കൃപാവരങ്ങൾ എവിടെ വെച്ച് നഷ്ടപ്പെട്ടു? ഏദനിൽ വെച്ച് നഷ്ടപ്പെട്ടു. പിശാചിനാൽ മനുഷ്യൻ പാപത്തിലേക്ക് വീഴുന്നതിന് മുൻപ് അവൻ കൃപാവരങ്ങളാൽ നിറഞ്ഞവനായിരുന്നു. സംശയമുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. സംശയമുണ്ടെങ്കിൽ അതിന്റെ 2-ാമത്തെ അധ്യായത്തിന്റെ ഹല്ലേലൂയ, ആമേൻ, 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 ആമേൻ 15 തൊട്ട് വായിച്ചു. യഹോവയായ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി ഏദൻ തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിലെ കാപ്പാനും അവിടെയാക്കി. യഹോവയായ ദൈവം മനുഷ്യനോട് കൽപ്പിച്ചതെന്തെന്നാൽ, തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാം, എന്നാൽ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിൻ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. പിതാവായ ദൈവം മനുഷ്യനെ ഭൂമിയിലെ പൊടിയിൽ നിന്നുണ്ടാക്കി. ഞാൻ വായിപ്പിക്കുന്നില്ല. ഭൂമിയിലെ പൊടിയിൽ നിന്നുണ്ടാക്കി. ഹല്ലേലൂയ, ഹല്ലേലൂയ. മനുഷ്യനെ ഉണ്ടാക്കുന്നതിന് മുൻപ് ഭൂമിയിൽ പുല്ലോ മരങ്ങളോ ഒന്നും കിളിർത്തിരുന്നില്ല. മഞ്ഞ് മൂടിക്കിടക്കുകയായിരുന്നു. ഹല്ലേലൂയ. ശ്രദ്ധയോടെ കേൾക്കണേ നിങ്ങൾ. ഹല്ലേലൂയ, ആമേൻ. ആ മഞ്ഞ് മൂടിക്കിടന്ന ആ മണ്ണിൽ നിന്ന് ദൈവം മനുഷ്യനെ ഉണ്ടാക്കി. ഹല്ലേലൂയ, ഹല്ലേലൂയ. മനുഷ്യനെ ഉണ്ടാക്കി അവന്റെ മൂക്കിലേക്ക് ജീവശ്വാസം നൽകി. ഹല്ലേലൂയ. ഏത് ശ്വാസമാണ് നൽകിയേ? ജീവശ്വാസം. വചനത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്: ജീവശ്വാസം നൽകി അവൻ ദേഹിയായി തീർന്നു. അവൻ ദേഹമായല്ല തീർന്നത്, അവൻ ദേഹിയായി തീർന്നു. ദേഹം, ദേഹി, ആത്മാവ്. അപ്പൊ ദേഹമല്ല അവിടെ വന്നത്, ദേഹി ആത്മാവുമാണ് അവിടെ ഉള്ളത്. മനസ്സിലായില്ല? ഹല്ലേലൂയ. മനുഷ്യനെ ദൈവം ഊതി, അവന്റെ ശ്വാസം അവനിലേക്ക് ഊതി. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ ഷോണ സിസ്റ്റർ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. ആത്മാവിനെ ദൈവം അവിടെ മനുഷ്യനിലേക്ക് പകരുകയാണ്. ഹല്ലേലൂയ. ആത്മാവിനെ, ഹല്ലേലൂയ, മനുഷ്യനിലേക്ക് ദൈവം പകരുകയാണ്. ആമേൻ. തന്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ച മനുഷ്യനെ തന്റെ ജീവൻ തന്നെ, അല്ലെങ്കിൽ തന്റെ ശ്വാസം തന്നെ ദൈവം നൽകുകയാണ്. ഹല്ലേലൂയ. ശരിക്കും പറഞ്ഞാൽ, ആമേൻ, ദൈവത്തെ പോലെ തന്നെയാണ് മനുഷ്യനെ
സൃഷ്ടിച്ചത്. ഹല്ലേലൂയ. ആ ടൈമിൽ മനുഷ്യന് കൃപാവരങ്ങളോട് കൂടിയാണ് മനുഷ്യൻ ഈ ലോകത്തിൽ വരുന്നത്. മനുഷ്യനെ ഉണ്ടാക്കിയപ്പോഴേ ദൈവം കൃപാവരങ്ങളോട് കൂടി തന്നെയാണ് അവനെ സൃഷ്ടിച്ചത്. അവന്റെ കൃപാവരങ്ങൾ നൽകി തന്നെയാണ് സൃഷ്ടിച്ചത്. അതുകൊണ്ടാണ് ആദാമിനോട് പറഞ്ഞത്, ഹല്ലേലൂയ, നീ ഈ വൃക്ഷത്തിനും മരത്തിനും പുല്ലിനും മൃഗങ്ങൾക്കും ഒക്കെ പേരിടാൻ. ദൈവമാണോ മൃഗങ്ങൾക്ക് പേരിട്ടെ? വൃക്ഷങ്ങൾക്ക് പേരിട്ടെ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. എഞ്ചിനീയറിങ്ങോ അല്ലെങ്കിൽ ഡോക്ടറേറ്റോ പഠിച്ചിട്ടിറങ്ങിയ വ്യക്തിയാണോ ആദം? വിദ്യാഭ്യാസമുള്ള വ്യക്തിയാണോ ആദം? അപ്പോൾ അവന് പേരിടാനുള്ള ജ്ഞാനം എവിടെ നിന്ന് കിട്ടി? ഹല്ലേലൂയ. അവനെ ദൈവം പൂർണ്ണ കൃപാവരങ്ങളോട് കൂടിയാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. അവന് മരണമില്ലായിരുന്നു. ആദത്തിന് മരണമില്ലായിരുന്നു. കാരണം അവൻ ദൈവത്തെ പോലെ ആയിരുന്നു. സംശയങ്ങൾ ഉണ്ടാകാം. ആമേൻ. അവൻ ദൈവത്തെ പോലെ ആയിരുന്നു എന്ന് പറയാൻ കാര്യം ആ ലോകത്തിൽ അവനും ദൈവവും മാത്രമേ ഉണ്ടായിരുന്നത് കൊണ്ടാണ്. അപ്പം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് അവനെ പോലെ തന്നെയായിരുന്നു. നമ്മളെ ഓരോരുത്തരെയും ദൈവം സൃഷ്ടിച്ചത് അങ്ങനെ തന്നെയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പറഞ്ഞേ, ഞാനും കൃപാവരങ്ങളോട് കൂടിയാ ജനിച്ചത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല എന്ന് ദൈവം കണ്ട് അവൾക്കൊരു തുണയെ കൊടുത്തു. അവിടെയാ പ്രശ്നം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ആമേൻ. അവനൊരു തുണയെ കൊടുത്തു. അത് ദൈവം പൊടിയിൽ നിന്നല്ല ഉണ്ടാക്കിയത്, വാരിയിൽ നിന്നാണ് ഉണ്ടാക്കിയത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ആമേൻ. ദൈവത്തിന്റെ സാദൃശ്യത്തിലുള്ള മനുഷ്യന്റെ വാരിയിൽ നിന്ന് തന്നെയാണ് സ്ത്രീയെയും ഉണ്ടാക്കിയത്. അപ്പോഴും അവളും ആരെ പോലെ ആയിരിക്കും? ഉറക്കെ പറ, ദൈവത്തെ പോലെ അല്ലേ? ഹല്ലേലൂയ. ഒരു റോസ ചെടിയിൽ നിന്ന് അടുത്ത കിളിർപ്പ് വരുന്നത് റോസ തന്നെയാണ്. ഒരു മാവിൽ നിന്ന് വരുന്നത് അടുത്ത അതിന്റെ ശിഖരം വരുന്നത് എന്താണ്? മാവ് തന്നെയാണ്, അല്ലാതെ പ്ലാവ് വരുമോ? അപ്പോൾ ദൈവം ആദത്തിനെയും ഹൗവയെയും സൃഷ്ടിച്ചത് തന്റെ സ്വരൂപത്തിൽ തന്നെയാണ്. ആദം ദൈവത്തിന്റെ സ്വരൂപമാണെങ്കിൽ ആദത്തിന്റെ വാരിയിൽ നിന്ന് എടുത്ത സ്ത്രീയും ദൈവത്തിന്റെ സ്വരൂപം തന്നെയാണ്. ശരിയല്ലേ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. ഇതേ ആത്മാവ് തന്നെയാണ് അവളുടെ മേലുമുള്ളത്. ഇതേ ശ്വാസം തന്നെയാണ് അവളുടെ മേലുമുള്ളത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ആമേൻ. ഇവരെ രണ്ടുപേരെയും ദൈവം ഈ ഭൂമിയിലെ സമൃദ്ധിയിലേക്കല്ല തള്ളിവിട്ടത്, ഭൂമിയിലേക്കല്ല തള്ളിവിട്ടത്, വേല ചെയ്ത് ജീവിക്കാനല്ല തള്ളിവിട്ടത്. ദൈവം അവർക്ക് വേണ്ടി ഒരു ഏദൻ തോട്ടം നിർമ്മിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ആമേൻ. ദൈവത്തിന്റെ ആത്മാവോട് കൂടി നടക്കുന്നവൻ, ഹല്ലേലൂയ, ഉലയുന്നവനല്ല, അല്ലെങ്കിൽ ദാരിദ്ര്യത്തിൽ കിടക്കുന്നവനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം അവനെ തക്ക സ്ഥലത്ത് തന്നെയാക്കി. ആമേൻ, ഹല്ലേലൂയ,
ആമേൻ. അവൻ ഭൂമിയിൽ അവൻ ഹല്ലേലൂയ ഭൂമിയെ വെള്ളത്തെ വേർതിരിച്ചു. അവൻ ഭൂമിയെ സൃഷ്ടിച്ചു, പർവ്വജാലങ്ങളെ സൃഷ്ടിച്ചു, ഹല്ലേലൂയ മൃഗങ്ങളെ സൃഷ്ടിച്ചു, ഹല്ലേലൂയ വൃക്ഷങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു, വൃക്ഷങ്ങളുണ്ടായി. നക്ഷത്രമുണ്ടാകട്ടെ, നക്ഷത്രമുണ്ടായി, ഹല്ലേലൂയ. എന്നാൽ അവന്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ച മനുഷ്യനെ ഹല്ലേലൂയ അവൻ ഒരു തോട്ടത്തിലാക്കി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. നമ്മൾ ഓരോരുത്തരും ആദവും ഹവ്വയും അത് ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ മെസ്സേജ് നിങ്ങൾ കേൾക്കാൻ. ഹല്ലേലൂയ. അല്ലാതെ ഇത് ആദത്തിൻ്റെയും ഹവ്വയുടെയും കാര്യമല്ലേ എന്ന് പറഞ്ഞ് വെറുതെ ഇരിക്കരുത്. ഹല്ലേലൂയ. ഇതിൽ എനിക്കൊരു കുഴപ്പമില്ല, ഇത് ആദത്തിൻ്റെ കാര്യമല്ലേ അല്ലെങ്കിൽ ഹവ്വയുടെ കാര്യമല്ലേ എന്ന് വിചാരിക്കരുത്. ഇത് നമ്മുടെ തന്നെ കാര്യമാണ്. ആമേൻ. ആദി മാതാപിതാക്കൾ ആദവും ഹവ്വയും ആയതുകൊണ്ട് ഹല്ലേലൂയ നമ്മളും ഇതിൽ ഉൾപ്പെടും. ആമേൻ. ദൈവം അവരെ സെപ്പറേറ്റഡ് ആക്കി, അവർക്ക് നൽകാനുള്ളതെല്ലാം നൽകി. ദൈവത്തെ പോലെ അവരെ ആ തോട്ടത്തിലാക്കി. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ വായിച്ചു സിസ്റ്ററെ, 3-ാമത്തെ അധ്യായം ഒന്നുകൂടെ വായിച്ച്. യഹോവയായ ദൈവം ഉണ്ടാക്കിയ എല്ലാ കാട്ടുജന്തുക്കളെക്കാളും പാമ്പ് കൗശലമേറിയതായിരുന്നു. അത് സ്ത്രീയോട്, തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിന്റെ ഫലവും നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ആമേൻ. ഹല്ലേലൂയ. ഒന്നുകൂടെ വായിച്ചേ. തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിന്റെ ഫലവും നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. മതി, ശ്രദ്ധിക്കണേ. പിശാച് ഹവ്വയോട് പറയുകയാണ്, ചോദിക്കുകയാണ്, വാസ്തവമായി ദൈവം ഇത് ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ? ദൈവം ഹവ്വയോട് പറഞ്ഞു, ഈ തോട്ടത്തിലുള്ള എല്ലാ വൃക്ഷങ്ങളും നിങ്ങൾക്ക് ഫലങ്ങളെ കഴിക്കാം, എന്നാൽ നടുവിൽ നിൽക്കുന്ന നന്മ തിന്മകളെ തിരിച്ചറിയുന്ന വൃക്ഷത്തിന്റെ ഫലം മാത്രം കഴിക്കരുത്. എന്നാൽ പിശാച് അവളോട് ചോദിക്കുകയാണ്, ഇത് കഴിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഉറപ്പുണ്ടോ? ലോൺ എടുത്താൽ അടയ്ക്കാൻ പറ്റും എന്ന് ഉറപ്പുണ്ടോ? സംശയിക്കും. മനുഷ്യന്റെ കൃപാവരങ്ങൾ നഷ്ടപ്പെടുന്ന തലങ്ങളായത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. അങ്ങനെ ദൈവം പറഞ്ഞിട്ടുണ്ടോ? കൺഫ്യൂഷനാണ്. പിശാച് കൃപാവരങ്ങളോട് കൂടിയുള്ള ഹവ്വയെ കൺഫ്യൂഷനാക്കി. ആമേൻ, ആമേൻ. അടുത്തത് വായിച്ചേ. സ്ത്രീ പാമ്പിനോട്, തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലം ഞങ്ങൾക്ക് തിന്നാം, എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് തോട്ടത്തിന് നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തൊടുകയും അരുത് എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ആമേൻ, ഹല്ലേലൂയ. എന്നാൽ ദൈവം എല്ലാ ഫലങ്ങളും തിന്നാം, നടുവിലുള്ള ഫലം മാത്രം തിന്നരുത്, തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കും. ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ, തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കും. അടുത്തത് വായിച്ചേ. നിങ്ങൾ മരിക്കയില്ല നിശ്ചയം. ആമേൻ. പാമ്പ് സ്ത്രീയോട്, നിങ്ങൾ മരിക്കുകയില്ല നിശ്ചയം. ദൈവം എന്താ പറഞ്ഞേ? തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കും. ദൈവം മരിക്കും എന്ന് പറയുമ്പോൾ പിശാച് എന്താ പറയുന്നേ? മരിക്കുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. അടുത്തത് വായിച്ചേ. അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണു തുറക്കുകയും നിങ്ങൾ നന്മ തിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആകുകയും ചെയ്യും എന്ന് ദൈവം അറിയുന്നു എന്ന് പറഞ്ഞു. ആമേൻ, ആമേൻ. അത് തിന്നുന്ന നാളിൽ നന്മ തിന്മകളെ കുറിച്ച് നിങ്ങൾ അറിയും. ഹല്ലേലൂയ. നിങ്ങൾ ആരെ പോലെ ആകും? ഉറക്കെ പറ മൈക്കിൽ കൂടെ.
ദൈവത്തെ പോലെയാകും. ഹല്ലേലൂയ. ഓൾറെഡി ഇവരാരെ പോലെ ഇരിക്കുന്നേ? നമ്മളെല്ലാം ആരെ പോലെ ഇരിക്കുന്നേ? അച്ഛനമ്മയും പോലെ അല്ലേ? ഹല്ലേലൂയ. ആരെ പോലെ ഇരിക്കുന്നേ? ദൈവത്തെ പോലെ. പിശാച് ഹവ്വയോട് പറഞ്ഞെന്താ? നീ ആയിരിക്കുന്നതിനെയാണ് പിശാച് നിന്റെ അടുത്ത് വീണ്ടും പറയുന്നത്, നീ ആകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിശാച് എന്താ പറഞ്ഞേ? നീ ദൈവത്തെ പോലെ ആകും. അപ്പൊ മനുഷ്യൻ എന്താ ചെയ്തത്? എന്നാ ഒന്ന് അയക്കാം. നീ ആയതിനെ നീ വീണ്ടും ആകാൻ ശ്രമിച്ചു. ദൈവം നിനക്ക് നൽകിയ കൃപാവരങ്ങളെ നീ തിരിച്ചറിയാതെ അതിനുവേണ്ടി നീ വീണ്ടും ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ആമേൻ. തിന്നുന്ന നാളിൽ നിന്റെ കണ്ണ് തുറക്കും, നന്മ തിന്മകളെ കുറിച്ച് അറിയും. അവിടെയാണ് ആ പ്രശ്നം. പിശാച് കൺഫ്യൂസ് ചെയ്തിച്ച് മനുഷ്യനെ അതിലേക്കാണ് ഇടുന്നത്. ഈ പിശാച് ആരാന്നറിയാലോ? അവന് പണ്ടേ ദൈവത്തെ പോലെ ആവണമെന്ന് ആഗ്രഹമുള്ളവനാണ്. ഹല്ലേലൂയ. അവൻ ദൈവത്തെ പോലെ ആകാൻ ശ്രമിച്ചത് കൊണ്ടാണ് ദൂതഗണത്തിൽ നിന്ന് ഹല്ലേലൂയ വെട്ടേറ്റ് അവൻ എവിടെ വീണത്? അറിയത്തില്ലേ? കേട്ടില്ല? പറഞ്ഞില്ലല്ലേ? പറഞ്ഞോ? എവിടെയായത്? ഭൂമിയിൽ. ആമേൻ, ഹല്ലേലൂയ. പിശാച് എന്തിനു വേണ്ടി ആഗ്രഹിച്ചു? ഹല്ലേലൂയ. പിശാച് സ്വർഗത്തിൽ ദൈവത്തോടു കൂടെ ഇരുന്നിട്ട് അവൻ എന്തിനു വേണ്ടി ആഗ്രഹിച്ചു? ദൈവമാകാൻ ആഗ്രഹിച്ചു. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. വചനം വായിക്കുമ്പോൾ അവൻ ദൈവത്തോടു കൂടിയായിരുന്നവനാ ലൂസിഫർ, അല്ലേ? ദൈവത്തിൽ നിന്നും അല്പം താന്നവനായിരുന്നു ലൂസിഫർ. പക്ഷേ ആ അല്പത്തിൽ നിന്ന് അവൻ മേൽപോട്ട് കയറാൻ നോക്കിയതാ അവൻ കീഴ്പോട്ട് പോന്ന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ആമേൻ. ശക്തിയോടെ പറഞ്ഞ ആമേൻ, ഹല്ലേലൂയ. മനുഷ്യനും എന്താ ചെയ്തേ? അവൻ നിന്നതിൽ നിന്നും അല്പം കൂടെ ഉയരാൻ ശ്രമിച്ചതാണ് അവന്റെ പാപത്തിൽ വീഴുവാനുള്ള കാരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ആമേൻ. സ്ത്രീ ആ ഫലത്തിൽ നോക്കി, അതിന്റെ സൗന്ദര്യം അവളെ ആകർഷിച്ചു. അവളെ ആകർഷിച്ചത് ആ ഫലത്തിന്റെ സൗന്ദര്യമല്ല, നീ ദൈവത്തെ പോലെ ആകും എന്ന് പറഞ്ഞ സൗന്ദര്യമാണ്. ആമേൻ, ഇല്ലേ? ഇത്രയും ഫലങ്ങൾ തിന്നാനുണ്ടായിട്ട് അവൾ ദൈവത്തോട് കൂടിയുള്ളവളാണെങ്കിൽ അവൾ ഒരിക്കലും ആ ഫലം പറിക്കത്തില്ല. വേണ്ട, എനിക്ക് വേറെ ഉണ്ട്, അത് ദൈവം കൽപ്പിച്ചിട്ടുള്ള ഫലമാണ്. പക്ഷെ അവൾ ആഗ്രഹിച്ചതല്ല. ഹല്ലേലൂയ. അവൾ ആ ഫലം പറിച്ചു. ശ്രദ്ധിക്കണേ, ഹല്ലേലൂയ. അവൾ ആ ഫലം പറിച്ചു. അവൾ ആ ഫലം കളഞ്ഞോ? തിന്നു. ആമേൻ. അവൾ ആ ഫലം തിന്നു. ആ ഫലത്തിന്റെ ബാക്കി അടിപൊളി, നീയേ നശിച്ചു. ഹല്ലേലൂയ. നീയേ പോയി. ഹല്ലേലൂയ. നീ ബാക്കിയുള്ളവനെ കൂടെ നശിപ്പിച്ചു. ഹല്ലേലൂയ, ആമേൻ, ഇല്ലേ? അതല്ലേ അവിടെ സംഭവിച്ചേ? നിങ്ങൾക്ക് കഠിനമായ വാക്കുകൾ വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ കഠിനമായ വാക്കുകളിലൂടെ പറയാം. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ ഇത് പറയുന്നത്. ആമേൻ, ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവളെ പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ട് നിൽക്കുകയാണ്. അവൾ ആ പാപത്തിൽ അകപ്പെട്ട് നിൽക്കുകയാണ്. എന്നാൽ ഞാൻ മാത്രം പാപത്തിൽ വീഴണ്ട, നീ കൂടെ വാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ആമേൻ,
അല്ലെങ്കിൽ ഹൗവ ചിന്തിക്കണം, അവന്റെ വാരിയിൽ നിന്നാ ഞാൻ ഉണ്ടായ. ആമേൻ. അവൻ കാരണം ഞാൻ ഇവിടെ വന്നേ, ഞാൻ പോയി, എന്തായാലും അവനെങ്കിലും രക്ഷപ്പെടട്ടെ എന്ന് ചിന്തിച്ചോ? എവിടെ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. അവളും തിന്നു. അതിന്റെ പകുതി ആർക്ക് കൊടുത്തു? ഭർത്താവിന് കൊടുത്തു. ഭർത്താവ് ആരാ? ആദം. ആദത്തിനെ ഉണ്ടാക്കിയത് ആരാ? ദൈവം. ദൈവം ഉണ്ടാക്കി അവന്റെ മൂക്കിൽ ഊതിയത് എന്താ? ജീവശ്വാസം. ആ ആപ്പിൾ തിന്നപ്പോൾ, അല്ലെങ്കിൽ ആ ഫലം തിന്നപ്പോൾ അവനിൽ നിന്ന് നഷ്ടപ്പെട്ടത് എന്താ? ദൈവത്തിന്റെ ആത്മാവ് അവന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത് നഷ്ടപ്പെട്ടു. ഹല്ലേലൂയ. ഞാൻ മനസ്സിലാക്കിയത്, അവൻ ദേഹം മാറി അവൻ ദേഹമായി തീർന്നു. അവന്റെ കണ്ണ് തുറന്നു. അവൻ മനുഷ്യനെ പോലെ ചിന്തിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. തിന്നുന്ന നാളിൽ നീ മരിക്കും. മരിച്ചോ? ഹല്ലേലൂയ. ആദം മരിച്ചോ? ഹവ്വ മരിച്ചോ? ആദം മരിച്ചു. ഹല്ലേലൂയ. മരിച്ചില്ല. ആപ്പിൾ തിന്ന സമയം പണ്ടത്തെ കഥയാ ഓർമ്മ. ആപ്പിൾ തിന്നു. ഹല്ലേലൂയ. ഈ ഫലം തിന്ന ഉടനെ ആര്? ദൈവം പറഞ്ഞെന്തുവാ? നീ മരിക്കും. ഇല്ലേ? നീ മരിക്കും. എന്നാൽ ആദവും ഹവ്വയും മരിച്ചോ? ഇല്ല. എന്നാൽ അവിടെ ഒരു മരണം സംഭവിച്ചു. യെസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ നീ ഈ ഫലം തിന്നുന്ന നാളിൽ നീ മരിക്കും. ആദവും ഹവ്വയും മരിച്ചില്ല, എന്നാൽ അവിടെ ഒരു മരണം സംഭവിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. അവിടെ ഒരു മരണം സംഭവിച്ചു. അവരുടെ ഉള്ളിലുള്ള ആത്മാവിന്റെ മരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, 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 ഹല്ലേലൂയ. ആദി മാതാപിതാക്കളുടെ അനുസരണക്കേട് മൂലം അവിടെ ഒരു പാപവും മരണവും സംഭവിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ആമേൻ. പാപം അല്ലേ? പാപം സംഭവിച്ചു. അതെങ്ങനെ സംഭവിച്ചു? അനുസരണക്കേടിലൂടെ സംഭവിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ദൈവം ആദാമിനെയും ഹവ്വയും എവിടെ ആക്കി വെച്ചോ അവിടെ നിന്ന് അവർ ഔട്ടായി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. ഒന്നുകൂടെ എടുത്ത സിസ്റ്റർ, ഒന്നുകൂടെ എടുത്ത അധ്യായം, ഒന്നുകൂടെ എടുത്ത ഉൽപ്പത്തി 3-ാം അധ്യായം. ഹല്ലേലൂയ. അതിന്റെ 7 തൊട്ടൊന്ന് വായിച്ച്, 7 തൊട്ട് 10 വായിച്ച്. ഉടനെ ഇരുവരുടെയും കണ്ണ് തുറന്നു. ആമേൻ. തങ്ങൾ നഗ്നരെന്നറിഞ്ഞു. ആമേൻ. അത്തിയില കൂട്ടിത്തുന്നി തങ്ങൾക്ക് അരയാട ഉണ്ടാക്കി. ആമേൻ, ഹല്ലേലൂയ. അവരുടെ കണ്ണ് തുറന്നു. ആത്മാവ് നഷ്ടപ്പെട്ടപ്പോൾ മാനുഷികമായത് ഓപ്പണായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവർ നഗ്നരാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. കുറച്ചു മുമ്പ് വരെ അവർ നഗ്നനായിരുന്നു, പക്ഷെ അവരത് തിരിച്ചറിഞ്ഞില്ല. ആത്മാവ് അവരുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ആമേൻ, ഹല്ലേലൂയ. അവർ നഗ്നരാണെന്നവർ തിരിച്ചറിഞ്ഞു. അവർ എന്തുകൊണ്ട് ഉടയാട ഉണ്ടാക്കി? അത്തിയില കൊണ്ട് ഉടയാടയുണ്ടാക്കി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവരെ ആത്മാവിന്റെ മരണം സംഭവിച്ചു. മനുഷ്യന്റെ ബുദ്ധി അവിടെ വെളിപ്പെട്ടു തുടങ്ങി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് ഉദാഹരണമായി പറയണമെങ്കിൽ, ദൈവം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അത്തിയില ഉണ്ടാക്കി നിങ്ങൾ കൊടുക്കണമെന്ന്? ഇല്ല. പിശാച് പറഞ്ഞു കൊടുത്തോ? എഴുതിയിട്ടുണ്ടോ അങ്ങനെ? കണ്ണ് തുറക്കുന്ന സമയത്ത് നിങ്ങൾ അത്തിയില എടുത്ത് പറഞ്ഞിട്ടില്ല. അവന്റെ ആത്മാവ് നശിച്ചപ്പോൾ അവന്റെ മനസ്സ് അല്ലെങ്കിൽ മാനുഷിക ബുദ്ധി ഓപ്പണായി അവൻ നഗ്നനാണെന്നറിഞ്ഞ് അവൻ മറയ്ക്കുവാൻ ശ്രമിച്ചു.
അവന്റെ നഗ്നത അവൻ മറച്ചു പിടിക്കാൻ ശ്രമിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. താഴോട്ട് വായിച്ചു സിസ്റ്റർ. ആമേൻ. വെയിലാറിയപ്പോൾ യഹോവയായ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച അവർ കേട്ടു. മനുഷ്യനും ഭാര്യയും യഹോവയായ ദൈവം തങ്ങളെ കാണാതിരിപ്പാൻ തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഇടയിൽ ഒളിച്ചു. ആമേൻ, ഹല്ലേലൂയ. വെയിലാറിയപ്പോ യഹോവയായ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച അവർ കേട്ടു. തോട്ടത്തിൽ നടക്കുന്ന ഒച്ച അവർ കേട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ, നിങ്ങളിത് ശ്രദ്ധിക്കണേ. ആമേൻ, ഹല്ലേലൂയ. ശ്രദ്ധിക്കുന്നുണ്ട്, എനിക്കറിയാം, എന്നാലും ഞാൻ പറയാം. ഹല്ലേലൂയ. വെയിലാറിയപ്പോൾ യഹോവയായ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ശബ്ദം, ഒച്ച അവർ കേട്ടു. ഇന്ന് ഞായറാഴ്ച, ഇന്ന് അവർ ഫലം കഴിച്ചു, ഇന്ന് അവർ ഒച്ച കേട്ടു. ഇന്നലെ ശനിയാഴ്ച, ഇന്നലെ വൈകുന്നേരം വെയിലാറിയപ്പോൾ യഹോവയായ ദൈവം അവിടെ ഉണ്ടായിരുന്നു. ആമേൻ. ഇത് ഇമാജിനേഷനാണ്. ആമേൻ. യഹോവയായ ദൈവം അവിടെ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ദൈവത്തോട് കൂടെ നടന്നവരായിരുന്നു ഈ ആദവും ഹവ്വയും. ഹല്ലേലൂയ. എന്നാൽ അവരുടെ ഉള്ളിൽ മരണം സംഭവിച്ചപ്പോൾ, ഹല്ലേലൂയ, യഹോവയായ ദൈവം വന്നപ്പോൾ ഇവർ എന്ത് ചെയ്തു? പാസ്റ്റ് ആൻഡ് പ്രസൻസ്, മുൻപത്തതും ശേഷവും. ഹല്ലേലൂയ. ഇന്നലെ അവർ ദൈവത്തോട് കൂടെയായിരുന്നു, എന്നാൽ ഇന്നവർ ദൈവത്തിന്റെ ഒച്ച കേട്ട് ഒളിച്ചിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. വായിച്ചേ സിസ്റ്റർ. മനുഷ്യനും ഭാര്യയും യഹോവയായ ദൈവം തങ്ങളെ കാണാതിരിപ്പാൻ തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഇടയിൽ ഒളിച്ചു. ആമേൻ, ഹല്ലേലൂയ. മനുഷ്യനും ഭാര്യയും യഹോവയെ കാണാതിരിക്കാൻ വൃക്ഷങ്ങളുടെ ഇടയിൽ ഒളിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്നെ കാണുന്നൊരു ദൈവമുണ്ട്. നീ എവിടെ ഒളിച്ചാലും അവൻ നിന്നെ കാണും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ. ഇത് ഇങ്ങനെ വായിക്കുമ്പോൾ, ഹല്ലേലൂയ, അതിന്റെ ഇംഗ്ലീഷിൽ ഇങ്ങനെയാ വായിക്കുന്നത്. And they heard the voice of the Lord God. അവർ ദൈവത്തിന്റെ ശബ്ദം കേട്ടു. Walking in the garden in the cool of the day. Walking in the garden in the cool of the day എന്ന് വെച്ചാൽ വൈകുന്നേരം സന്ധ്യാസമയത്ത്, തണുപ്പൊക്കെ ഉള്ള സമയത്ത് ദൈവം തോട്ടത്തിലൂടെ നടക്കുന്ന ശബ്ദം ഇവർ കേട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പറ ഹല്ലേലൂയ. Hallelujah. And Adam and his wife hid themselves the presence of the Lord God. Hallelujah. ഇംഗ്ലീഷിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ആദവും ഹവ്വയും ദൈവത്തിന്റെ പ്രസൻസിൽ നിന്ന് ഒളിച്ചു, ദൈവ സാന്നിധ്യത്തിൽ നിന്ന്. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? അവർ ഇത്രയും നാൾ ദൈവ സാന്നിധ്യത്തിലായിരുന്നു, ഇപ്പോൾ അവർ ആ സാന്നിധ്യത്തിൽ നിന്ന് മാറി. ഹല്ലേലൂയ. അവർ ദൈവ സാന്നിധ്യത്തിൽ നിന്ന് മാറി ഒളിച്ചിരിക്കുകയാണ്. ഇത്രയും ദിവസം അവർ കംഫർട്ട് സോണിലായിരുന്നു. അവരുടെ ആത്മാവ് മരണപ്പെട്ടപ്പോൾ അവർ ആ സാന്നിധ്യത്തിൽ നിന്ന് മാറി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. വായിച്ചേ, പെട്ടെന്ന് വായിച്ചേ. ഹല്ലേലൂയ. യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ചു. നീ എവിടെ എന്ന് ചോദിച്ചു. തോട്ടത്തിൽ നിന്റെ ഒച്ച കേട്ടിട്ട് ഞാൻ നഗ്നനാകൊണ്ട് ഭയപ്പെട്ട് ഒളിച്ചുവെന്ന് അവൻ പറഞ്ഞു. ആമേൻ, ഹല്ലേലൂയ. യഹോവയായ ദൈവം, ഹല്ലേലൂയ, ആദാമിനോട് ചോദിക്കുകയാണ്, ഹല്ലേലൂയ, നീ എവിടെ? ഏദം, നീ എവിടെ? ആദാമേ, നീ എവിടെ? ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവം നമ്മോട് ഓരോരുത്തരോടും ചോദിക്കുന്ന ചോദ്യമായത്, നീ എവിടെ? ഹല്ലേലൂയ,
നീ എവിടെ? എൻ്റെ പ്രസൻസിൽ നിന്ന് നീ എവിടെ? എൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് നീ എവിടെ? ഹല്ലേലൂയ. ഇന്നലെ വരെ നീ എന്നോടൊപ്പം നടന്നവനല്ലേ, എൻ്റെ സാന്നിധ്യത്തിൻ്റെ കീഴിൽ നിന്നവനല്ലേ. ഹല്ലേലൂയ. എന്നാൽ ഇപ്പോൾ നീ എവിടെ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ്റെ സാന്നിധ്യത്തിൽ നിന്നപ്പോൾ ആദത്തിനും ഹവ്വയ്ക്കും ഒരു കുറവും ഉണ്ടായിരുന്നില്ല. സാന്നിധ്യം വിട്ടകന്നപ്പോൾ കർത്താവ് നമ്മളോട് ഓരോരുത്തരോടും ചോദിക്കുക, വേറെ അറിയൂ, നീ എവിടെയാ? നീ എവിടെയാ? ഐ ആം ഹിയർ. കർത്താവ് പറയാൻ, നീ എവിടെയാ? നിന്നെ ആക്കി വെച്ചെടുത്ത് ഞാൻ നിൽപ്പുണ്ട്. ആമേൻ. നിന്നെ ഞാൻ കണ്ടെടുത്ത് ഞാൻ നിൽപ്പുണ്ട്. പക്ഷെ നീ ഇവിടെ ഇല്ല. നീ എവിടെയാ? ഒന്ന് ഹൃദയങ്ങളൊന്ന് ചോദിക്കാവോ? ഒന്ന് കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കാവോ? കർത്താവ് നമ്മോട് ഓരോരുത്തരോടും ചോദിക്കുക, ഞാൻ ഇവിടെ നിൽപ്പുണ്ട, നിന്നെ ആക്കിയെടുത്ത് ഞാൻ നിൽപ്പുണ്ട. നീ എവിടെയാ? എൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് മാറി നീ എവിടെയാ? ഹല്ലേലൂയ. ഞാൻ തന്ന ജീവശ്വാസത്തിൽ നിന്ന് നീ എവിടെയാ? ഒരപ്പന്റെ വേദനയാണ്, പിതാവായ ദൈവത്തിന്റെ വേദനയുടെ ചോദ്യമാ, വേർ? എന്റെ സ്വരൂപത്തിൽ ഞാൻ നിന്നെ ഉണ്ടാക്കിയില്ലേ? എന്റെ ജീവനെ നിനക്ക് ഞാൻ നൽകിയില്ലേ? ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് ഞാൻ നിനക്ക് തന്നില്ലേ? നീ ഏകനാണെന്ന് കണ്ട് നിനക്കൊരു കൂട്ട് ഞാൻ തന്നില്ലേ? ആ സാന്നിധ്യത്തിന്റെ മറവിൽ നീ ഇന്നലെ വരെ നടന്നതല്ലേ? ബട്ട് ഇപ്പോൾ നീ എവിടെ? നീ എവിടെ? നിന്നെ തേടി നിൽക്കുന്ന ഒരു കർത്താവ് ഇന്നും നിന്റെ മുൻപിലുണ്ട്. ഹല്ലേലൂയ. നിന്റെ മടങ്ങി വരവനായി കാത്തിരിക്കുന്ന ഒരു കർത്താവ് ഇന്നും നിന്റെ മുൻപിലുണ്ട്. ആമേൻ. അവൻ നിന്നെ വഴിയിലിട്ട് പോകുന്ന ദൈവമല്ല, അവൻ ഇന്നും നിന്നെ കാത്തിരിക്കുകയാണ്. അവൻ നമ്മോട് ഓരോരുത്തരോടും ചോദിക്കുന്നു, വേർ ആർ യു? നീ എവിടെയാ? നീ എവിടെയാ? ഏതമേ നീ എവിടെയാ? സോറി ജീസസ്, ഐ ആം ഇൻ വർക്ക്. ഞാൻ ഇന്ന് ജോലിയില്ല. സോറി ജീസസ്, എനിക്കിന്നൊരു കല്യാണമുണ്ട്. സോറി ജീസസ്, വീട്ടിലെ സാഹചര്യം ശരിയല്ല. സോറി ജീസസ്, ശരീരം നല്ല സുഖമില്ല. സോറി ജീസസ്, ഇന്നൊരു മൂഡില്ല. ഹല്ലേലൂയ. ഇത് നമ്മുടെ അവസ്ഥയാണ്. അവന്റെ സാന്നിധ്യത്തിലേക്ക് അവൻ നിങ്ങളെ വിളിക്കുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. നിങ്ങളുടെ എക്സ്ക്യൂസ് കേൾക്കാനല്ല അവൻ നിൽക്കുന്നത്. അവന്റെ സാന്നിധ്യത്തിൽ നിങ്ങളെ മറയ്ക്കുവാനാ, അവന്റെ സാന്നിധ്യത്തിൽ നിങ്ങളെ കവർ ചെയ്യാനാ. ഹല്ലേലൂയ. അവന്റെ സാന്നിധ്യത്തിൽ നിങ്ങളെ കവർ ചെയ്യാനാ. He is calling you. അവർ നിന്നെ ഓരോരുത്തരെയും വിളിക്കുക, where are you? നിങ്ങൾ എവിടെയാണ്? ആദമേ നീ എവിടെയാണ്? ഹവ്വേ നീ എവിടെയാണ്? നിനക്ക് വേണ്ടി കരുതി വെച്ചിടത്ത് ഞാൻ നിനക്കായി ഇന്ന് പകൽ കാത്തിരിക്കുകയാണ്. Please come my daughter. എന്റെ സാന്നിധ്യത്തിലേക്ക് കടന്നു വരിക. Holy Spirit, Holy Spirit. When you're waiting for you, Adam, I'm waiting for you. ഇന്നലെ നമ്മൾ ഒരുമിച്ച് നടന്നതല്ലേ? ഇന്നലെ നമ്മൾ ഒരുമിച്ച് സംസാരിച്ചതല്ലേ? നീ എന്റെ കൂടെ ഇരുന്നതല്ലേ? എന്നാൽ ഇന്ന് നീ എവിടെയാണ്? ഇന്ന് നീ എവിടെയാണ്? എന്റെ സാന്നിധ്യത്തിൽ നിന്ന് നീ എവിടെയാണ്?
അവൻ ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് അവൻ നിന്നെ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കും. നീ എവിടെ നഷ്ടപ്പെടുത്തി കളഞ്ഞ, നീ എവിടെ കളഞ്ഞതോ അതിലേക്ക് അവൻ നിന്നെ മടക്കി കൊണ്ടുവരുവാൻ ആഗ്രഹിക്കും. ഇന്ന് പകൽക്കാലം അതിനു വേണ്ടി എത്ര പേർ അവന്റെ മുൻപിൽ സമർപ്പിക്കും? Lord is calling you. Where are you? Where are you? Where are you? Hallelujah. Hallelujah. Amen. ദൈവത്തിന്റെ ശബ്ദം കേട്ട ആദം മറുപടി കൊടുക്കുകയാണ്, ഞങ്ങൾ ഈ വൃക്ഷത്തിന്റെ തണലിൽ ഒളിച്ചിരിക്കുകയാണ്. നീ എന്തിനാ ഒളിച്ചിരിക്കുന്നേ? നീ എന്തിനാ ഒളിച്ചിരിക്കുന്നേ? നീ തിന്നരുതെന്ന് പറഞ്ഞ ഫലം ഞാൻ തിന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. ഞാൻ നഗ്നനാഥ കൊണ്ട് എനിക്ക് നിന്റെ മുൻപിൽ വരുവാനും നാണക്കേടാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ പാപം ചെയ്തു, അവന്റെ ബുദ്ധിമണ്ഡലം തുറന്നു. നീ നഗ്നനാണെന്ന് നിന്നോട് ആര് പറഞ്ഞു? നീ നശിച്ചവനാണെന്ന് നിന്നോട് ആര് പറഞ്ഞു? നീ ഉയരത്തില്ലെന്ന് നിന്നോട് ആര് പറഞ്ഞു? നിന്നെ തകർക്കുമെന്ന് നിന്നോട് ആര് പറഞ്ഞു? ഇന്ന് ചില തകർന്നതിനെ കർത്താവ് പണിയുകയാ. ഇന്ന് ചില തകർന്നതിനെ കർത്താവ് പണിയുകയാ. ഹല്ലേലൂയ. നീ തകർന്നുവെന്ന് നിന്നോട് പറഞ്ഞതാർ? നീ തകർന്നവനാണെന്ന് നിന്നോട് ആര് പറഞ്ഞു? നീ തകർന്നവനാണെന്ന് നിന്നോട് ആര് പറഞ്ഞു? നീ വിശ്വസിക്കുന്നുവോ നീ തകർന്നവനാണെന്ന്? നീ കരുതുന്നുവോ നീ തകർന്നവനാണെന്ന്? പിശാചനോട് പറഞ്ഞു, നീ തിന്നരുതെന്ന് പറഞ്ഞ ഫലം ഞാൻ തിന്നു. ദൈവം ചോദിക്കുക, ഞാൻ ചെയ്യരുതെന്ന് പറഞ്ഞത് നീ ചെയ്തു അല്ലേ? ഞാൻ നിന്നോട് പറഞ്ഞത് നിന്നോട് ചെയ്യരുതെന്ന് പറഞ്ഞത് നീ ചെയ്തു അല്ലേ? Why did? എന്തിനാ നീ അത് ചെയ്തേ? നീ അത് ചെയ്തത് മുഖാന്തരം നിനക്ക് നൽകിയതെല്ലാം ഇന്ന് നഷ്ടമായില്ലേ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ എൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ദൈവിക പദ്ധതിയല്ലേ അവിടെ തകർന്നത്? ഹല്ലേലൂയ. ദൈവത്തിന് നിന്നെ കുറിച്ചുള്ള പദ്ധതിയല്ലേ അവിടെ തകർന്നത്? ദൈവത്തിന്റെ പദ്ധതികളല്ലേ നീ അവിടെ തകർത്തത്? നിന്റെ അല്പ സന്തോഷത്തിന് വേണ്ടി, നിന്റെ അല്പ ഉയർച്ചയ്ക്ക് വേണ്ടി നീ ഇന്ന് തകർത്തത് ദൈവത്തിന്റെ പദ്ധതികളല്ലേ? Why did you do this? എന്തിനാ നീ ഇത് ചെയ്തത്? എന്തിനാ നീ ഇത് ചെയ്തത്? ദൈവത്തിന്റെ പദ്ധതികൾ അന്ന് അവിടെ വെച്ച്, ആ ഏദൻ തോട്ടത്തിൽ വെച്ച് അവസാനിക്കുകയാ. മനുഷ്യന് ദൈവം നൽകിയതാ, മനുഷ്യൻ തന്നെ അവിടെ നശിപ്പിക്കുക. ദൈവം ഏദൻ തോട്ടത്തിൽ നിന്ന്, ആ സമൃദ്ധിയിൽ നിന്ന്, അവന്റെ സാന്നിധ്യത്തിൽ നിന്ന് അവരെ പുറത്താക്കി. ഇത്രയും നാൾ അവിടെ എവിടെയായിരുന്നു? ഇത്രയും നാൾ നീ എവിടെയായിരുന്നു? ദൈവത്തോട് കൂടെ നടന്ന ആദമേ, ദൈവത്തിന്റെ കയ്യിൽ പിടിച്ച് നടന്ന ഹവ്വേ, നീ ഇന്ന് എവിടെയാ? നീ ഇന്ന് എവിടെയാ? ആ സാന്നിധ്യത്തിൽ നിന്ന് അകന്നു മാറിയില്ലേ? അവന്റെ ചൂടിൽ നിന്ന് നീ അകന്നു മാറിയില്ലേ? ദൈവം ഇലയെ മാറ്റി അവന് തോൽ വാറുടിപ്പിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. ദൈവം അവനെ വീണ്ടും റീസ്റ്റോർ ചെയ്യാൻ ആരംഭിച്ചു. ഹല്ലേലൂയ.
ഹല്ലേലൂയ. ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയ ആദത്തിനെയും ഹവ്വയെയും ദൈവം വീണ്ടും റീസ്റ്റോർ ചെയ്യാൻ ആരംഭിക്കുകയാണ്. മണ്ണിൽ നിന്നെടുത്തവനെ, മണ്ണിൽ നിന്ന് പണിഞ്ഞവനെ അവൻ വീണ്ടും പണിയാൻ ആരംഭിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ആമേൻ. ആദവും ഹവ്വയും തോട്ടത്തിൽ പ്രവേശിക്കാതിരിക്കാൻ ഹല്ലേലൂയ കെരൂബുകളെ കൊണ്ട് അവൻ തോട്ടത്തിൽ കാവൽ നിർത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. പാമ്പിനെ അവൻ ശപിച്ചു. ഹല്ലേലൂയ, ആമേൻ. താൻ സ്നേഹിച്ച, തൻ്റെ സ്വരൂപത്തിൽ നിർമ്മിച്ച മനുഷ്യനെ ദൈവം വീണ്ടും റീസ്റ്റോർ ചെയ്യാൻ, ഹല്ലേലൂയ, വീണ്ടും പണിയുവാൻ ആരംഭിക്കുകയാണ്. ആമേൻ, ഹല്ലേലൂയ. അവൻ്റെ ഉള്ളിൽ മരിച്ചതിനെ അവൻ വീണ്ടും ജീവിപ്പിക്കാൻ ആഗ്രഹിക്കുകയാ, അത് ചെയ്യുകയാ. ആമേൻ, ഹല്ലേലൂയ. അവൻ്റെ ഉള്ളിൽ മരിച്ചു കിടക്കുന്നതിനെ അവൻ വീണ്ടും റീസ്റ്റോർ ചെയ്യുകയാ. ഹല്ലേലൂയ. അവൻ ഹല്ലേലൂയ അത്തിയാടകൾ കൊണ്ട് അവൻ അരയെ ചുറ്റിയതിനെ ദൈവം മാറ്റി, ഹല്ലേലൂയ, അവന് വാടാത്തതായ തോൽവാറ് കൊണ്ട് അവന് ഹല്ലേലൂയ അവൻ ആടയുണ്ടാക്കി കൊടുത്തു. അവൻ റീസ്റ്റോറിങ് തുടങ്ങി. യഹോവയായ ദൈവം മനുഷ്യനെ റീസ്റ്റോർ ചെയ്യാൻ തുടങ്ങി. ഹല്ലേലൂയ, ആമേൻ. അവന്റെ പാപത്തിന് പരിഹാരമായി സ്വന്തം പുത്രനെ തന്നെ അവൻ നൽകി. ആമേൻ, ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ വചനം വായിക്കുമ്പോൾ വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലാകും. ആമേൻ. ദൈവം വീണ്ടും മനുഷ്യന് റീസ്റ്റോർ ചെയ്യുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. അടുത്ത നോഹയിലൂടെ ആമേൻ ദൈവം റീസ്റ്റോറേഷൻ ചെയ്യുകയാ. ഹല്ലേലൂയ. നോഹയിലൂടെ പ്രവാചകനെ ദൈവം പുറത്തു കൊണ്ടുവരികയാ. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. ദൈവം നോഹയിലൂടെ റീസ്റ്റോറേഷൻ ആരംഭിക്കുകയാ. ആമേൻ. ജനത്തോട് അറിയിക്കുകയാണ്, ഹല്ലേലൂയ, റീസ്റ്റോർ, 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 റീസ്റ്റോർ. ഹല്ലേലൂയ. മഴ വരാൻ പോകുകയാണ്, നശിക്കാൻ പോകുകയാണ്. നീ റീസ്റ്റോർ ആകും. നീ പെട്ടകത്തിനകത്ത് കയറ്, നീ സാന്നിധ്യത്തിനകത്ത് കയറ്. ഹല്ലേലൂയ. അവന്റെ സംരക്ഷണയിൽ കയറ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. ദൈവം വീണ്ടും മനുഷ്യനെ റീസ്റ്റോർ ചെയ്യുകയാണ്. അവന്റെ കൃപാവരങ്ങളെ പുറത്തു കൊണ്ടുവരികയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നോഹയുടെ കാലത്തും നോഹ മാത്രം ഹല്ലേലൂയ പെട്ടകത്തിനുള്ളിൽ പ്രവേശിച്ചത് കൊണ്ട് ഹല്ലേലൂയ ബാക്കിയുള്ളവരെല്ലാം നശിച്ചുപോയി. നിനക്ക് ഇന്ന് സാന്നിധ്യത്തിനകത്ത് കയറാൻ കഴിയുമെങ്കിൽ, ആ പെട്ടകത്തിനകത്ത്, ആ സംരക്ഷണയ്ക്കകത്ത് നിനക്കിന്ന് കയറാൻ കഴിയുമെങ്കിൽ, ദൈവം നിന്നെ വീണ്ടും റീസ്റ്റോർ ചെയ്യാൻ പോകുകയാണ്. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. അടുത്ത അബ്രഹാമിലൂടെ ആമേൻ ദൈവം ഒരു ജനതയെ റീസ്റ്റോർ ചെയ്യാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഇസ്ഹാക്കിലൂടെ ദൈവം അടുത്തൊരു ജനതയെ റീസ്റ്റോർ ചെയ്യാൻ പോകുകയാണ്. യാക്കോബിലൂടെ അടുത്തൊരു ജാതിയെ ദൈവം റീസ്റ്റോർ ചെയ്യാൻ പോകുകയാണ്. ഇസ്രായേലിന്റെ ദൈവമായ യഹോവ എന്ന ദൈവം റീസ്റ്റോർ ചെയ്യുകയാണ്. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം ജനത്തെ റീസ്റ്റോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ച മനുഷ്യനെ റീസ്റ്റോർ ചെയ്യുകയാണ്. ആമേൻ. യോസേഫിലൂടെ ദർശനങ്ങൾ നൽകി ദൈവം റീസ്റ്റോർ ചെയ്യുകയാണ്. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. മോശയിലൂടെ ദൈവം റീസ്റ്റോർ ചെയ്യുകയാണ്. ഹല്ലേലൂയ. ഇവിടെ നിന്ന്, മോശയിൽ നിന്ന് ദൈവം തിരിയുകയാണ്. ദൈവത്തിൻ്റെ വേർഷൻ മാറ്റുകയാണ്. ഹല്ലേലൂയ. ഈ നാളുകളിൽ ദൈവം
വ്യക്തികളോട് സംസാരിച്ച ദൈവം ജനത്തോട് സംസാരിക്കാൻ ആരംഭിക്കുകയാണ്. ജനത്തെ അവൻ റീസ്റ്റോർ ചെയ്യാൻ ആരംഭിക്കുകയാണ്. ഹല്ലേലൂയ. കഴിഞ്ഞ കാലങ്ങളിൽ അവൻ അബ്രഹാമിനോട് മാത്രമാണ് സംസാരിച്ചതെങ്കിൽ, ഹല്ലേലൂയ, യാക്കോബിനോട് മാത്രമാണ് സംസാരിച്ചതെങ്കിൽ, ഹല്ലേലൂയ, ഇസഹാക്കിനോട് മാത്രമാണ് സംസാരിച്ചതെങ്കിൽ, ഹല്ലേലൂയ, യോസേഫിനോട് മാത്രമാണ് സംസാരിച്ചതെങ്കിൽ, ഹല്ലേലൂയ, മോശയിലൂടെ, ആമേൻ, ഹല്ലേലൂയ, അവന്റെ വചനത്തിലൂടെ അവൻ ജനത്തോട് സംസാരിക്കുകയാണ്. അവൻ റീസ്റ്റോർ ചെയ്യുകയാണ്. ഇന്ന് പകൽക്കാലം ഒരു റീസ്റ്റോറേഷൻ നടക്കട്ടെ, ഒരു റീസ്റ്റോറേഷൻ നടക്കട്ടെ. ഹല്ലേലൂയ. ദൈവം തിരിച്ചതിന് ഒരു പിശാചിനും തകർക്കുവാൻ കഴിയത്തില്ല. ആമേൻ. ഹല്ലേലൂയ. മോശയിലൂടെ, ഹല്ലേലൂയ, ചെങ്കടൽ കടക്കുമ്പോൾ ആദ്യ സ്നാനം നടക്കുകയാണ്. ഹല്ലേലൂയ. ആദ്യ സ്നാനം ഹല്ലേലൂയ, ചെങ്കടൽ കടക്കുമ്പോൾ നടക്കുകയാണ്. ഹല്ലേലൂയ. കുഞ്ഞാടിന്റെ രക്തം മുഖാന്തരം, ഹല്ലേലൂയ, അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ രക്തം മുഖാന്തരം രക്ഷിക്കപ്പെട്ട ജലം, ഹല്ലേലൂയ, ചെങ്കടൽ കടക്കുമ്പോൾ ആദ്യ സ്നാനം നടക്കുകയാണ്. റീസ്റ്റോറേഷൻ. ഹല്ലേലൂയ. ആമേൻ. ആദ്യ യാഗം അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ, ഹല്ലേലൂയ, രക്തം കട്ടളമേലും കുറുമ്പടിമേലും നടക്കുമ്പോൾ, ഹല്ലേലൂയ, ആദ്യ യാഗത്താൽ വീണ്ടെടുക്കപ്പെട്ട ജനത്തെ ദൈവം, ഹല്ലേലൂയ, ചെങ്കടലിൽ കൂടി, ഹല്ലേലൂയ, അടുത്ത സ്നാനത്തിലേക്ക് പ്രവേശിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. അടുത്ത റീസ്റ്റോറേഷൻ അവിടെ ഓപ്പൺ ആകുകയാണ്. ഇന്ന് പകൽക്കാലം ഞാൻ ഒരു ദൂത് വിളിച്ചു പറയാം. ഹല്ലേലൂയ. റീസ്റ്റോർ ചെയ്യുന്ന ജനത്തിന് ഒരു ശത്രുവിനും തൊടാൻ കഴിയത്തില്ല. കാരണം ഹല്ലേലൂയ, മേഘസ്തംഭമായി അവൻ നിന്റെ മുൻപിലും പിൻപിലും നിൽപ്പുണ്ട്. തന്റെ ജനയം സ്നാനത്തിലൂടെ കടന്നു പോകുമ്പോ, ഹല്ലേലൂയ, ശത്രു അവരെ തടയാതിരിക്കുവാൻ വേണ്ടി മേഘത്തിൽ നിന്ന് ദൈവത്തിന്റെ ആദ്യ സ്നാനം നടക്കുമ്പോ, ആദ്യ റീസ്റ്റോറേഷൻ അവിടെ നടക്കുമ്പോ, ഹല്ലേലൂയ, ശത്രു നിന്നെ തൊടാതിരിക്കാൻ, പാമ്പ് നിന്നെ പരീക്ഷിപ്പിക്കാതിരിക്കാൻ, പാമ്പ് നിന്നെ പിടിക്കാതിരിക്കാൻ ദൈവത്തിന്റെ അഗ്നി തൂണുകൾ നിനക്ക് തുണയായി നിൽക്കുകയാണ്. ആമേൻ. നീ സ്നാനപ്പെടുമ്പോ തന്നെ ദൈവത്തിന്റെ സംരക്ഷണയുടെ വലയത്തിലാകുകയാണ് നീ സ്നാനപ്പെടുമ്പോൾ തന്നെ ദൈവത്തിന്റെ സംരക്ഷണ വലയത്തിലാകുകയാണ് നീ. ആമേൻ. ഹല്ലേലൂയ. അതുകൊണ്ട് ചെങ്കടൽ കടന്നു തീരുന്നത് വരെ ഫറവോനും അതിൻ്റെ അകത്ത് കടക്കാൻ കഴിയാത്തത് കാര്യം അവിടെ ഒരു റീസ്റ്റോറേഷൻ നടക്കുകയാ, അവിടെ ഒരു സ്നാനം നടക്കുകയാ, അവിടെ ഒരു ഉയർപ്പ് നടക്കുകയാ, മരിച്ചതിനെ ഉയർപ്പിക്കുകയാ. ഹല്ലേലൂയ. അവിടെ ഒരു റീസ്റ്റോറേഷൻ നടക്കുകയാ. തന്റെ ജനത്തിന് പാലും തേനും ഒഴുകുന്ന തന്റെ വാഗ്ദത്ത ഭൂമിയിലേക്ക് കർത്താവ് അവരെ നടത്തുകയാ. റീസ്റ്റോറേഷൻ നടക്കുക. റീസ്റ്റോറേഷൻ. എവിടെ നീ നഷ്ടപ്പെടുത്തിയതിനെ കർത്താവ് നിന്നെ വീണ്ടും പണിയുകയാ. ഹല്ലേലൂയ. എവിടെ നീ കളഞ്ഞതിനെ കർത്താവ് നിനക്ക് വീണ്ടും അത് നൽകുകയാ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ ഇങ്ങനെ പറയുന്നു, അത് നിന്റെ ഉള്ളിലുണ്ട്, അത് കർത്താവ് നിന്നിലൂടെ പുറത്തു കൊണ്ടുവരികയാ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. നീ വിശ്വാസത്തിലാണെങ്കിലും, നീ പ്രാർത്ഥിക്കുന്നവളാണെങ്കിലും പ്രാർത്ഥിക്കുന്നവനാണെങ്കിലും, ഇന്ന് നീ സ്നാനപ്പെടുവാനോ തീരുമാനം എടുക്കുന്നുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ഇന്ന് മുതൽ നീ അവന്റെ സാന്നിധ്യത്തിന്റെ മുൻപിൽ കവറാ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് അവന്റെ സാന്നിധ്യത്തിന്റെ മുൻപിൽ നീ ഇന്ന് കവറാ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇത് പ്രവചനമല്ല, ഇത് തെളിവാ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇത് പ്രവചനമല്ല, ഇത് തെളിവാ. ഹല്ലേലൂയ. ഞാൻ എൻ്റെ ജനത്തെ തേനും പാലും ഒഴുകിക്കുന്ന ദേശത്തിലേക്ക് എത്തിക്കുക തന്നെ ചെയ്യും. അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തമാ, അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തമാ. നിന്റെ സന്തതിയെ ഞാൻ തേനും പാലും ഒഴുകുന്ന ഞാൻ അവനെ മടക്കി കൊണ്ടുവരിക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. സ്നാനപ്പെടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് സ്നാനപ്പെടാൻ ആഗ്രഹമുണ്ടെങ്കിൽ, ഇന്ന് പകൽക്കാലം നിങ്ങളൊരു തീരുമാനത്തിലെടുക്കുക. ഹല്ലേലൂയ. ഞാൻ ദൈവ സാന്നിധ്യത്തിലേക്ക് കടക്കാൻ പോകുകയാ. ഞാൻ ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്ക് കടക്കാൻ പോകുകയാ. ഞാൻ ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്ക് കടക്കാൻ പോകുകയാ. ഇന്ന് പകൽക്കാലം
ഹല്ലേലൂയ. തീരുമാനമെടുക്കുന്നവന്റെ മുൻപിൽ മേഘസ്തംഭമായി അവൻ ഇറങ്ങി നിൽക്കും. മേഘസ്തംഭമായി അവൻ ഇറങ്ങി നിൽക്കും. ഹല്ലേലൂയ. ഞാനൊരു ദൂത് വിളിച്ചു പറയാം. ഹല്ലേലൂയ. ഞാനൊരു പ്രവചനം വിളിച്ചു പറയാം. നിന്നെ തടസ്സപ്പെടുത്തുന്ന, നിന്നെ സ്നാനത്തിൽ നിന്ന് പിന്മാറ്റുന്ന എല്ലാ ദുരാത്മാവിന്റെ ശക്തികളെയും യേശുവിന്റെ നാമത്തിൽ ഞാൻ ബ്രേക്ക് ചെയ്തു. Break in the name of Jesus. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല സംഹാരത്തെയും യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ആമേൻ. ദൈവം അവരെ റീസ്റ്റോർ ചെയ്ത് നടത്തുകയാ, അവരെ റീസ്റ്റോർ ചെയ്യുകയാ. ഹല്ലേലൂയ. മരുഭൂമിയിൽ വെച്ച് ഹല്ലേലൂയ സ്വർഗത്തിലെ അപ്പം, ഏദൻ തോട്ടത്തിൽ അവർ കഴിച്ചിരുന്ന അപ്പം, ഏദൻ തോട്ടത്തിൽ അവർ ഭക്ഷിച്ചിരുന്ന മധുരം, സ്വർഗത്തിലേക്ക് റീസ്റ്റോറിംഗ്. ഏദൻ തോട്ടത്തിൽ നീ കഴിച്ചിരുന്ന അപ്പം, ഏദൻ തോട്ടത്തിൽ നീ രുചിച്ചിരുന്ന രുചി, ഹല്ലേലൂയ, ഈ ഭൂമിക്ക് തരാൻ കഴിയാത്തത് സ്വർഗത്തിൽ മന്ന നിനക്ക് വേണ്ടി റീസ്റ്റോറേഷൻ. എവിടെ നഷ്ടപ്പെട്ടതിനെ കർത്താവ് നിങ്ങളിലേക്ക് മടക്കി കൊണ്ടുവരികയാ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. മാറയായതിനെ കർത്താവ് മധുരമാക്കുകയാ. ഭൂമിയിൽ അത് മാറയായിരിക്കാം, എന്നാൽ നീ നടന്നു പോകുമ്പോൾ അത് മധുരമായി തന്നെ മാറും. ഹല്ലേലൂയ. ആമേൻ. ഏദൻ തോട്ടത്തിൽ നീ ഏത് അവസ്ഥയിലായിരുന്നു, ഏദൻ തോട്ടത്തിൽ ദൈവത്തോട് നീ എങ്ങനെ നടന്നു, അതേ സാഹചര്യത്തിലേക്ക് ദൈവം നിന്നെ മടക്കി കൊണ്ടുവരികയാണ്. തന്റെ ജനത്തിനെ മടക്കി കൊണ്ടുവരുന്ന ദൈവം, തന്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ച മനുഷ്യനെ, ഹല്ലേലൂയ, ദൈവം എന്ന പകൽക്കാലം അവൻ നിന്നെ വഴിയിലിട്ടിട്ട് പോകുന്ന ദൈവമല്ല. അവൻ നിന്റെ അമ്മയുടെ ഉദരത്തിലെ കണ്ടിട്ടുണ്ടെങ്കിൽ അവൻ നിന്നെ വീണ്ടെടുത്തിരിക്കും. അവൻ നിന്നെ വീണ്ടെടുത്തിരിക്കും. അവൻ മണ്ണിൽ നിന്നുണ്ടാക്കിയവനെ, അവന്റെ ശ്വാസത്തിൽ നിന്ന് ജനിപ്പിച്ചവനെ ഇന്ന് പകൽക്കാലം നീ തകർന്നു പോകേണ്ടവനല്ല, നീ തളർന്നു പോകേണ്ടവളല്ല. ഹല്ലേലൂയ. അവനാ നിന്റെ ഉള്ളിലുള്ളത്, അവന്റെ ജീവന്റെ ആത്മാവാ നിന്റെ ഉള്ളിലുള്ളത്. ഇന്ന് പകൽക്കാലം അത് റീസ്റ്റോർ ചെയ്ത് Holy Spirit, Holy Spirit, Holy Spirit. Amen, Amen. Hallelujah, Hallelujah. Amen. തന്റെ ജനത്തെ വീണ്ടെടുക്കുവാൻ, തന്റെ ജനത്തിന്റെ പാപത്തിന്റെ മോചനത്തിനായി, പൂർണ്ണ വിടുതലിനായി ഞാൻ ഇങ്ങനെ പറയും. മനുഷ്യൻ സ്റ്റെപ്പ് വെച്ച് പഴയ നിയമത്തിൽ നിന്ന് പുതിയ നിയമത്തിലേക്ക് കയറുമ്പോൾ ദൈവം ഒരു ഇമ്മീഡിയറ്റ് ആക്ഷൻ അവിടെ ഉണ്ടാക്കുക. ഹല്ലേലൂയ. ദൈവം ഒരു ഇമ്മീഡിയറ്റ് റീസ്റ്റോറേഷൻ അവിടെ ആരംഭിക്കുകയാ. ഹല്ലേലൂയ. മനുഷ്യൻ പാപത്തെ മോചിക്കുവാൻ, ഹല്ലേലൂയ, സ്വർഗത്തിൽ നിന്നൊരു കുഞ്ഞാടിനെ അവൻ ഭൂമിയിലേക്ക് അയക്കുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. തന്റെ സ്വന്തം പുത്രനെ, ഹല്ലേലൂയ, തന്റെ സ്വന്തം പുത്രനെ താൻ നിർമ്മിച്ച, താൻ ജീവൻ നൽകിയ, തൻ്റെ ഒപ്പം നടന്ന, തന്നോട് സംസാരിച്ച മനുഷ്യനെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നതിനായി അവന്റെ സ്വന്തം പുത്രനെ തന്നെ അവൻ ഭൂമിയിലേക്ക് അയക്കുകയാണ്. അവൻ നിന്നെ അതിനു മാത്രം സ്നേഹിക്കുന്നു. കർത്താവ് നിന്നെ അതിനു മാത്രം നിന്നെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. തന്റെ പുത്രനേക്കാൾ കൂടുതൽ അവൻ നിന്നെ സ്നേഹിക്കുന്നു. കാര്യം അവന്റെ സ്വരൂപത്തിലാണ് നിന്നെ സൃഷ്ടിച്ചത്. അവന്റെ ജീവശ്വാസമാണ് നിന്റെ ഉള്ളിലുള്ളത്. അത് ഒരു പിശാചിനും അവകാശമുള്ളതല്ല, അത് ഒരു പിശാചിനും കൈവശം വെക്കാനുള്ളതല്ല. ഹല്ലേലൂയ. കാൽവറിയിൽ അവന്റെ കലയെ തകർത്ത് നിന്നെ വീണ്ടെടുക്കാൻ ഒരു മനുഷ്യന്റെയും പ്രീതിക്കല്ല, ഒരു മനുഷ്യന്റെയും കീഴിലല്ല നീ നിൽക്കേണ്ടത്, ഒരു മനുഷ്യന്റെയും പിന്നിലല്ല നീ നടക്കേണ്ടത്. ദൈവ സാന്നിധ്യത്തിന്റെ നടുവിലാണ് നീ നിൽക്കേണ്ടത്.
ദൈവ സാന്നിധ്യത്തിന്റെ മറവിലാണ് നീ നിൽക്കേണ്ടത്. ദൈവ സാന്നിധ്യത്തിന്റെ ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശു ക്രിസ്തു 3.5 വർഷം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ അവൻ പരസ്യ ശുശ്രൂഷ ചെയ്യുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന് ഒരാഗ്രഹമേ ഉള്ളൂ, പാപത്തിൽ കിടക്കുന്ന നിന്നെ വീണ്ടെടുക്കുക, പിശാചിന്റെ അടിമത്തത്തിൽ കിടക്കുന്ന നിന്നെ വിടുവിക്കുക. ഹല്ലേലൂയ. അവന്റെ സന്നിധിയിലേക്ക് നിന്നെ മടക്കി കൊണ്ടുവരിക. അവനോടൊപ്പമുള്ള യാത്രയ്ക്കായി ഇന്ന് പകൽ അവനോടുള്ള യാത്രയ്ക്കായി അവൻ കാത്തിരിക്കുകയാണ്. ആത്മാവിനോട് ഇങ്ങനെ പറയുന്നു, ചിലരെ കർത്താവ് ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുക, ചിലരെ കർത്താവ് ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുക. ചില വ്യക്തികൾ നിന്നെ പിന്തള്ളിയേക്കാം, ചില വ്യക്തി ജീവിതങ്ങൾ നിന്നെ മാറ്റി നിർത്തിയേക്കാം. എന്നാൽ ഇന്ന് പകൽക്കാലം കർത്താവിന്റെ ആത്മാവ് നിന്നെ കവർ ചെയ്യുക. പ്രാർത്ഥിച്ചു. ഇന്ന് പകൽക്കാലം ചില പ്രൊട്ടക്ഷൻ നിന്റെ മേൽ വരികയാ. ചില വികൃത നാവുകളെ കർത്താവ് ഇന്ന് കട്ട് ചെയ്യുകയാ. ചില നിന്നെ പിറകോട്ട് വലിക്കുന്ന ചില ദുരാത്മാവിന്റെ കെട്ടുകളെ ഇന്ന് പകൽക്കാലം കർത്താവ് ബ്രേക്ക് ചെയ്യുക. ഒരു ദൈവിക സംരക്ഷണം ഇന്ന് പകൽക്കാലം നിന്നെ കവർ ചെയ്യുക. വീട്ടിനകത്ത് അസ്വസ്ഥതയുണ്ടാക്കുന്ന, വീട്ടിനകത്ത് ഭിന്നതയുണ്ടാക്കുന്ന, ദൈവിക സാന്നിധ്യത്തിൽ നിന്ന് തന്നെ മാറ്റിക്കളയുന്ന ചില ദുരാത്മാവിന്റെ പ്രവർത്തികൾ, ചില ദുരാത്മാവിന്റെ പ്രവർത്തികൾ ഇന്ന് പകൽക്കാലം അത് ബ്രേക്ക് ആവുകയാണ്. ചില കുടുംബങ്ങളെ ഭിന്നിപ്പിക്കുന്ന ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കുന്ന ചില നാവിന്റെ കെട്ടുകളെ കർത്താവിന്ന് പൊട്ടിക്കുകയാ. കർത്താവിന്ന് പകൽക്കാലം അത് പൊട്ടിക്കുക. ഹല്ലേലൂയ. നിനക്ക് വിപരീതമായി സംസാരിക്കുന്ന ചില ദുരാത്മാവിന്റെ ശക്തികളെ ഇന്ന് യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ പടികേറി വരുന്ന എല്ലാ ദുരാത്മാവിന്റെ ശക്തികളെയും യേശുവിന്റെ നാമത്തിൽ ഞാൻ ബ്രേക്ക് ചെയ്യുന്നു. നിന്റെ ഭവനത്തിൽ ഒരു ശത്രുവിനും പടികേറാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. എന്നെ കർത്താവ് ഒരു പടിക്കെട്ട് കാണിക്കുന്നു. നിന്റെ പടിക്കെട്ടിൽ കയറി വരുന്നവർ ഹല്ലേലൂയ ഇനി അവർ നിനക്കെതിരെ ഒരു വാക്ക് പോലും സംസാരിക്കത്തില്ല. ഇന്ന് അവരുടെ നാവിന്മേൽ കർത്താവ് ലോക്ക് ചെയ്യുകയാ. ഇന്ന് കർത്താവ് അതിനെ ലോക്ക് ചെയ്യുകയാ. ഹല്ലേലൂയ. നീ ഇന്ന് സംരക്ഷണത്തിന്റെ കവറിങ്ങിലാ. ആമേൻ. ആ ശത്രുവിനെ നിനക്ക് വിരോധമായി നിൽക്കുന്ന ആ ശത്രുവിനെ കർത്താവ് 4 പടി പോലും കയറാൻ സമ്മതിക്കത്തില്ല. ആമേൻ. ആമേൻ. കർത്താവിൽ നിന്ന് അവിടെ ഒരു ലൈൻ ഇടുകയാ. ഹല്ലേലൂയ. കർത്താവിൽ നിന്ന് ഒരു ലൈൻ ഇടുകയാ. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി ദൂതന്മാർ ഇറങ്ങുകയാ. ഹല്ലേലൂയ. കർത്താവ് എന്നോട് വീണ്ടും ഇങ്ങനെ പറയുന്നു, ഹല്ലേലൂയ, ചില വികട നാവുകളെ കർത്താവ് ബ്രേക്ക് ചെയ്യുകയാ. നിന്നെ പറഞ്ഞു തിരിപ്പിക്കുന്ന, ഹല്ലേലൂയ, നീ മരിക്കുകയില്ല എന്ന് പറഞ്ഞ, നീ തിന്നാൽ ദൈവത്തെ പോലെ ആകുമെന്ന് പറഞ്ഞ, നീ ഡോർ ടു ക്രൈസ്റ്റിൽ പോയാൽ നിനക്ക് ഉയർച്ച ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞ ചില നാവുകളെ കർത്താവ് ബ്രേക്ക് ചെയ്യുക. നിന്റെ ഹൃദയത്തിൽ കർത്താവ് ഒരു സ്നേഹ സ്പർശം നൽകാൻ പോകുകയാ. നിന്റെ ഹൃദയത്തിലെ ഹല്ലേലൂയ വെള്ളി എന്ന കളർ മാറി, ഞാൻ ഇങ്ങനെ കാണുന്നു. ഹല്ലേലൂയ, വെള്ളി കളർ മാറി അതിനെ സ്വർണം പൂശി 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 വരുന്നത് ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം ഞാൻ ആത്മാവിൽ കാണുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ നാളുകൾ നിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരും. നിനക്ക് വേണ്ടി യാഗമായി തീർന്ന കർത്താവ് നിന്നെ തിരിച്ചു വരവിനായി
സ്വന്തം പുത്രനെ നൽകി. എല്ലാവരും ഒന്ന് ഇമാജിൻ ചെയ്തേ. എൻ്റെ കർത്താവ്, എൻ്റെ യേശു അവന് വേണ്ടിയല്ല യാഗമായത്, അവന് വേണ്ടിയല്ല അവൻ ക്രൂശിച്ചത്. തൻ്റെ പിതാവായ ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റാൻ, തൻ്റെ പിതാവ് സൃഷ്ടിച്ച മനുഷ്യനെ വീണ്ടെടുക്കാൻ അവൻ ക്രൂശിൽ യാഗമായതാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. നിന്നെ വീണ്ടെടുക്കാൻ പിതാവായ ദൈവം അവനെ അയച്ചതാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ആമേൻ, ഹല്ലേലൂയ. അവൻ നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാ അവന്റെ പുത്രനെ നിനക്ക് നൽകിയത്. നീ അവനെ സ്നേഹിക്കുന്നത് കൊണ്ടല്ല ബ്രദറെ, സിസ്റ്ററെ, അവൻ ക്രൂശിക്കപ്പെട്ടത്. പിതാവായ ദൈവം നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാ. നിന്റെ കഴിവോ നിന്റെ ബുദ്ധിയോ നിന്റെ ശക്തിയോ കൊണ്ട് വേണ്ടിയല്ല കർത്താവ് ക്രൂശിക്കപ്പെട്ടത്. യഹോവയായ ദൈവം നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാ വചനം ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്, അമ്മയുടെ ഉദരത്തിൽ നിന്നേ ഞാൻ നിന്നെ കണ്ടിരിക്കുന്നു. നീ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴല്ല ഞാൻ നിന്നെ കണ്ടത്. നീ IT ജോലി ചെയ്യാൻ പോകുമ്പോഴല്ല നിന്നെ കണ്ടത്. നിനക്കൊരു ജോലിക്ക് ആവശ്യമുള്ളപ്പോഴല്ല ഞാൻ നിന്നെ കണ്ടത്. നീ അമ്മയുടെ ഉദരത്തിൽ ആയിരുന്നപ്പോഴേ ഞാൻ നിന്നെ കണ്ടത്. എന്തിനാന്നറിയാവോ? ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാ, ഞാൻ നിന്നെ കരുതുന്നത് കൊണ്ടാ. നിന്റെ ആരംഭം മുതലേ ഞാൻ നിന്നെ കണ്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. കർത്താവ് പറയുന്നു, ശിശുക്കളെ പോലെ ആകുവിൻ. ശിശുക്കളെ തടുക്കരുത്, ശിശുക്കളെ എൻ്റെ അടുക്കൽ വിടുവിൻ. ശിശുക്കളെ തടുക്കരുത്, ശിശുക്കളെ പോലെ ആകുവിൻ. കാരണം ശിശുക്കളാകുമ്പോൾ അവർക്ക് ആഗ്രഹങ്ങളില്ല, പ്രതികൂലങ്ങളില്ല, പ്രതിസന്ധികളില്ല, അവർക്ക് വിഷമങ്ങളില്ല, അവർക്ക് വേറെ ആഗ്രഹങ്ങളില്ല. ഹല്ലേലൂയ. അവരെ പോലെ നിങ്ങൾക്ക് ആകാൻ കഴിയുമെങ്കിൽ. ഇവിടെ ഇഹാൻ കുഞ്ഞോടി നടപ്പുണ്ട്. അവനൊന്നും അറിയത്തില്ല. അവനെ ആകെ അറിയാന്നുള്ള അവൻ്റെ അപ്പനെയും അമ്മയും മാത്രമാണ്. അവൻ്റെ ആഗ്രഹം ഇവിടെ പള്ളിയിൽ വരിക, അവൻ്റെ അപ്പൻ അമ്മയോടെയും വരിക, അവൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും കൂടെ പോകുക. അവൻ ആശ്രയിച്ച് നിൽക്കുന്നത് അവൻ്റെ അപ്പനെ അമ്മയാ. ഹല്ലേലൂയ. അവരിപ്പോൾ ഇവിടെ നിന്ന് പോയാൽ അവൻ കൂടെ പോകും, അല്ലാതെ അവൻ മെസ്സേജ് കേൾക്കാൻ ഇവിടെ ഇരിക്കത്തില്ല. ഇരിക്കുവോ? ഇരിക്കുവോ? ഹല്ലേലൂയ. അവൻ വരുന്നില്ലെന്ന് പറഞ്ഞാലും അവർ അവനെ നിർബന്ധിച്ച് കൊണ്ടുപോകും. അതുപോലെയാ നമ്മുടെ ദൈവം. അമ്മയുടെ ഉദരത്തിൽ നിന്ന് നിന്നെ കണ്ടതാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഞാനൊരു സാധാരണ വ്യക്തിയല്ല എന്ന് ഉറപ്പോടെ പറയാൻ പറ്റൂ. പിശാചേ, നീ ഏദൻ തോട്ടത്തിൽ വെച്ച് എന്നെ ഒരിക്കൽ പറ്റിച്ചതാ. ഇനി നിനക്ക് എന്നെ പറ്റിക്കാൻ കഴിയത്തില്ല. കാരണം ആ പാപത്തിലെ മോചനം ഞാൻ കാൽവറിയിൽ കണ്ടു കഴിഞ്ഞു. ആ പാപത്തിന്റെ വിടുതൽ ഞാൻ കാൽവറിയിൽ കണ്ടു കഴിഞ്ഞു. ആ രോഗത്തിന്റെ വിടുതൽ ഞാൻ കാൽവറിയിൽ കണ്ടു കഴിഞ്ഞു. ആ പ്രതിസന്ധിയുടെ വിടുതൽ ഞാൻ കാൽവറിയിൽ കണ്ടു കഴിഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ആമേൻ. ഇങ്ങനൊരു പാട്ടുണ്ട്. മരക്കുരിശുമായി നാഥൻ മലമുകളേറി മനസ്സറകളിൽ എന്നും വാഴുവാനായി. ഇമ്പോർട്ടൻ്റ് ലൈനാണ്. മരക്കുരിശുമായി നാഥൻ മലമുകളിൽ കയറി മനസ്സറകളിൽ, എൻ്റെയും നിൻ്റെയും മനസ്സറകളിൽ വാഴുവാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ ഹൃദയം കർത്താവിന് കൊടുക്കാൻ പറ്റുമോ?
ഹല്ലേലൂയ. നീ എന്തിന് പ്രാധാന്യം കൊടുക്കുന്നു അതിനെ മാറ്റി നിന്റെ ഹൃദയത്തിൽ ദൈവത്തിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ആമേൻ. എത്ര പേർ റീസ്റ്റോർ ആയി? പകുതി കൈയൊക്കെ കണ്ട് കുഴപ്പമില്ല, ആയിക്കോളും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ആമേൻ, ഹല്ലേലൂയ. അവൻ നമ്മുടെ പാപമോചനത്തിനായി ക്രൂശിക്കപ്പെട്ടു. ഹല്ലേലൂയ. മത്തായി തൊട്ട് വായിക്കണ്ട, എടുക്കണ്ട. മത്തായി തൊട്ട് അപ്പോസ്തല പ്രവൃത്തി തുടങ്ങുന്നതിന് മുമ്പ് വരെ ദൈവം ഉപദേശത്താലും സൗഖ്യത്താലും അത്ഭുതങ്ങളാലും മനുഷ്യനെ റീസ്റ്റോർ ചെയ്യാൻ പഠിപ്പിക്കുകയായിരുന്നു. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. യേശു തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തിട്ട് 70 പേരെ തിരഞ്ഞെടുത്തിട്ട്, നിങ്ങൾ എനിക്ക് മുമ്പായി ആ ദേശത്തിൽ പോകണം, അവിടെ എൻ്റെ സുവിശേഷത്തെ അറിയിക്കണം, ആ ഭവനത്തിൽ നിങ്ങൾ ചെല്ലണം, ചെരുപ്പും വാറും ഒന്നും നിങ്ങൾ എടുക്കരുത്. നിങ്ങൾക്കെല്ലാം അറിയാലോ അത്. ഹല്ലേലൂയ. അവരെ വിളിച്ച് യേശു അവരുടെ മേൽ ഊതി. പിതാവായ ദൈവം ആദിയിൽ അബ്രഹാമിന്റെ മൂക്കിൽ ഊതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. നിങ്ങൾക്ക് സംശയമുണ്ടോ? ഹല്ലേലൂയ, അത് പിതാവായ ദൈവം, യേശുവല്ലേ? 2 ശ്വാസം വ്യത്യാസമല്ലേ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. അവിടെ ഊതിയതും ജീവന്റെ ശ്വാസമാണ്, ഇവിടെ ഊതിയതും റീസ്റ്റോറന്റ് ജീവന്റെ ശ്വാസമാണ്, അല്ലേ? ഹല്ലേലൂയ. അവരുടെ മേൽ ഊതി അവരെ പറഞ്ഞയച്ചു. അവർ രോഗികളെ സൗഖ്യമാക്കി, ഭൂതഗ്രസ്തരെ പുറത്താക്കി. നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല? ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. നീ എവിടെ നഷ്ടപ്പെടുത്തി കളഞ്ഞതിനെ ദൈവം വീണ്ടും അവിടെ റീസ്റ്റോർ ചെയ്ത് നൽകുകയാണ്. ഏദനിലെ ഹല്ലേലൂയ, ആ പിതാവായ ദൈവം ഊതിയതിനെ നീ ഏദനിൽ നഷ്ടപ്പെടുത്തിയപ്പോ, ഹല്ലേലൂയ, പുതിയ നിയമത്തിൽ ഹല്ലേലൂയ യേശു അതിനെ റീസ്റ്റോർ ചെയ്ത് നിന്നിലേക്ക് തന്നെ പകരുകയാ. ആമേൻ. അങ്ങനെയല്ലേ? ഹല്ലേലൂയ. യേശു അവരുടെ മേൽ അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത്? ആണോ? സംശയമുണ്ടോ? ആർക്കറിയാം? അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത്? അത് വായിച്ചിട്ടുള്ളവർ ഒന്ന് കൈവയ്ക്കേ. ആരുമില്ലേ? കർത്താവേ, ഓർമ്മയില്ല? വായിച്ചിട്ടുണ്ട്? ഉണ്ട്. ഞാൻ വായിച്ചിട്ടുള്ളതുകൊണ്ട് ഞാൻ ഇവിടുന്ന് പറയുന്നത്. ഹല്ലേലൂയ. അങ്ങനെ ഉണ്ട്. യേശു അവരുടെ മേൽ ഊതി. ആമേൻ. യേശു അവരെ പറഞ്ഞയക്കുമ്പോൾ അവരുടെ മേൽ അധികാരത്തിന് ഊതി, ഇല്ലേ? ഇതേ ഊതം ഫസ്റ്റ് ആദിയിൽ അവൻ നഷ്ടപ്പെടുത്തിയതിനെ ദൈവം വീണ്ടും റീസ്റ്റോർ ചെയ്തു. മനുഷ്യനിലേക്ക് അവൻ റീസ്റ്റോർ ചെയ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ റീസ്റ്റോർ ചെയ്തു. ഹല്ലേലൂയ. നീ എവിടെ നഷ്ടപ്പെടുത്തിയതിനെ അവൻ തൻ്റെ മക്കളിലേക്ക് അവൻ വീണ്ടും റീസ്റ്റോർ ചെയ്യുകയാ, അവൻ വീണ്ടും പണിയുകയാ. ഹല്ലേലൂയ. നിന്റെ പാപത്തെ അവൻ കാൽവറിയിൽ തകർത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. ഏദനിൽ സംഭവിച്ച പാപം അവിടെ കാൽവറിയിൽ തീർന്നു. അവന്റെ രക്തത്താൽ അവൻ നമ്മെ വീണ്ടെടുത്തു, ഇല്ലേ? അവന്റെ രക്തത്താൽ അവൻ നമ്മെ വീണ്ടെടുത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, കാത്തിരിക്കുക, ഏദനിൽ നഷ്ടപ്പെട്ടതിനെ നിങ്ങളിലേക്ക് മടങ്ങി വരാൻ പോകുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏദനിൽ നഷ്ടപ്പെട്ടത് നിനക്ക് വേണ്ടി മടങ്ങി വരാൻ പോകുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ കാത്തിരിക്കുക,
നീ കാത്തിരിക്കുക. നിന്റെ വീണ്ടെടുപ്പിനായി, നിന്റെ രക്ഷയ്ക്കായി എന്റെ ഡ്യൂട്ടി ഇവിടെ കഴിഞ്ഞു. കാൽവറിയിൽ പിശാചിന്റെ തല ഞാൻ തകർത്തു. നിന്നെ തകർത്തവനെ ഞാൻ തകർത്തു. നിന്നിൽ നിന്ന് നഷ്ടപ്പെട്ടതിനെ കാത്തിരിക്കുക. അവൻ മടങ്ങി വരികയാ. അവൻ റീസ്റ്റോർ ചെയ്യുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, നീ ഏതനിൽ നഷ്ടപ്പെടുത്തിയതിനു വേണ്ടി നീ കാത്തിരിക്കുക. നീ കാത്തിരിക്കുക. അവൻ നിന്റെ മേൽ വരികയാ. അവൻ നിന്റെ മേൽ വരികയാ. അവൻ നിന്റെ മേൽ വരികയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ. 120 പേർ ഹല്ലേലൂയ മാളിക മുറിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോ ഇടി മുഴക്കത്തിന്റെ ശബ്ദത്തോടെ ഓ അഗ്നിനാളമായി അവരുടെ മേൽ ഏതനിൽ നഷ്ടപ്പെട്ടതിന്റെ മടങ്ങി വരവ്. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏതനിൽ മരണപ്പെട്ടതിന്റെ മടങ്ങി വരവ്. ഹല്ലേലൂയ. വെയിറ്റ്, നീ വെയിറ്റ് ചെയ്യ, നീ വെയിറ്റ് ചെയ്യ. I am coming to restore you. Hallelujah, hallelujah, hallelujah. Amen. പിശാച് തകർത്തതിനെ ദൈവം റീസ്റ്റോർ ചെയ്തു. ഹല്ലേലൂയ. മനുഷ്യനെ തകർത്ത പിശാചിന്റെ തലയെ കാൽവറിയിൽ തകർത്ത ശേഷം ഹല്ലേലൂയ അവന്റെ ഉള്ളിൽ മരണപ്പെട്ട ആത്മാവിനെ അവൻ റീസ്റ്റോർ ചെയ്യുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. അഗ്നിനാവുകൾ അവരുടെ മേൽ പതിഞ്ഞു. ഹല്ലേലൂയ. അഗ്നിനാവുകളുടെ മേൽ അവരുടെ മേൽ പതിഞ്ഞു. ഹല്ലേലൂയ. തീജ്വാല അവർക്ക് കവറിംഗ് ആയി. ഹല്ലേലൂയ. അവർ അന്യഭാഷകളിൽ ദൈവത്തോട് സംസാരിക്കാൻ തുടങ്ങി. ഏതനിൽ അവർ ദൈവത്തോട് സംസാരിച്ച ഭാഷ റീഓപ്പൺ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ, 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 ശ്രദ്ധിക്കണേ. പ്രാർത്ഥിച്ചു, പ്രാർത്ഥിച്ചു. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. അവരുടെ മേൽ ആത്മാവ് വരുമ്പോ അവർ ആദ്യം അവരുടെ ഉള്ളിൽ നിന്ന് വന്നത് ആത്മീയ ഭാഷയാ, ദൈവത്തിന്റെ ഭാഷയാ. നിങ്ങൾ ഹല്ലേലൂയ അന്യഭാഷകളിൽ സംസാരിക്കുമ്പോൾ ദൈവത്തോട് അത്രേ സംസാരിക്കുന്നത്. ഹല്ലേലൂയ. ആത്മാവ് അവരുടെ മേൽ വന്നപ്പോൾ ഏതനിൽ അവർ ദൈവത്തോട് സംസാരിച്ച ഭാഷ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. നിങ്ങൾ അന്യഭാഷകളിൽ സംസാരിക്കുമ്പോൾ ഹല്ലേലൂയ നിങ്ങൾ ദൈവത്തോട് അത്രേ സംസാരിക്കുന്നത്. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. റിസ്റ്റോറേഷൻ, റിസ്റ്റോറേഷൻ. ആമേൻ. ഏതനിൽ നഷ്ടപ്പെട്ടതിനെ ദൈവം റിസ്റ്റോർ ചെയ്യുക. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവ് പ്രാപിച്ചവനായി ആത്മാവിന്റെ ബലത്തോടെ പത്രോസ് ആ കൂട്ടത്തിന്റെ മേൽ എഴുന്നേറ്റ് നിന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. അവിടെ പല ദേശത്തിലുള്ളവരുണ്ടായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ, ആമേൻ. അവിടെ പറഞ്ഞേ, നിങ്ങൾ പറഞ്ഞേ. അപ്പോസ്തല പ്രവൃത്തി, അപ്പോസ്തല പ്രവൃത്തി, പെട്ടെന്ന് എടുത്തേ. അപ്പോസ്തല പ്രവൃത്തി പെന്തക്കോസ്ത് നാളിൽ. ഹല്ലേലൂയ. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. ആമേൻ. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും. ഹല്ലേലൂയ. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. ആമേൻ. എന്റെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും കൂടെ ഞാൻ ആ നാളുകളിൽ എന്റെ ആത്മാവിനെ പകരും. ഹല്ലേലൂയ. എന്റെ ദാസന്മാരുടെയും ദാസിമാരുടെയും മേലിൽ ഞാൻ എന്താ പകരുന്നേ? ഏദനിൽ വെച്ച് നഷ്ടപ്പെട്ട എന്റെ ആത്മാവിനെ പകരും.
ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. നിന്റെ ദേഹി നഷ്ടപ്പെട്ടു, അതിനെ ഞാൻ തിരിച്ചു നൽകുകയാ. ദേഹിയെ ഞാൻ തിരിച്ചു നൽകുകയാ. ആത്മാവിനെ ഞാൻ തിരിച്ചു നൽകുകയാ. നിന്നെ ഞാൻ റീസ്റ്റോർ ചെയ്യുകയാ. ഓ, നിന്റെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിന്റെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. വായിച്ചു. ഹല്ലേലൂയ. അവരും പ്രവചിക്കും. ഞാൻ മീതെ ആകാശത്തിൽ അത്ഭുതങ്ങളും താഴെ ഭൂമിയിൽ അടയാളങ്ങളും കാണിക്കും. ഞാൻ താഴെ ഞാൻ മീതെ മീതെ ആകാശത്തിൽ അത്ഭുതങ്ങളും താഴെ ഭൂമിയിൽ അടയാളങ്ങളും കാണിക്കും. ഹല്ലേലൂയ. ഈ നാളുകൾ നമ്മൾ കണ്ടുവരുന്ന കാര്യങ്ങളാ. ആമേൻ. ആകാശത്തിലെ അത്ഭുതങ്ങൾ, ഭൂമിയുടെ അടയാളങ്ങൾ. കാണാത്തവരുണ്ടെങ്കിൽ ഇന്ന് ഓർത്തെടുത്തോ. ഹല്ലേലൂയ. ഇന്ന് കണ്ടെടുത്തോ. അന്ത്യനാളിൽ ഞാൻ എൻ്റെ ജഡത്തിൻ്റെ മേൽ പകരുമ്പോ ആകാശത്തിൽ അടയാളങ്ങൾ കാണും, ഭൂമിയിൽ അത്ഭുതങ്ങൾ കാണും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. വായിച്ചേ സിസ്റ്ററെ, നമ്മൾ മതിയാക്കാൻ പോവാ. പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്ന്. രക്തവും തീയും പുകയാവിയും തന്നെ കർത്താവിന്റെ വലുതും പ്രസിദ്ധവുമായ നാൾ വരും മുമ്പേ സൂര്യൻ ഇരുളായും ചന്ദ്രൻ രക്തമായും മാറിപ്പോകും. എന്നാൽ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവനേവനും രക്ഷിക്കപ്പെടും എന്ന് ദൈവം അരുളി ചെയ്യുന്നു. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്ത്യനാളിൽ സൂര്യൻ ഇരുട്ടാകും, നക്ഷത്രങ്ങൾ കത്താതെ വരും. ഹല്ലേലൂയ. പിശാചിനാൽ ഈ ലോകം വീണ്ടും പിടിക്കപ്പെടും. നീ കർത്താവിൻ്റെതാണെങ്കിൽ. വായിച്ചേ സിസ്റ്ററെ. എന്നാൽ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ ഏവനും രക്ഷിക്കപ്പെടും എന്ന് ദൈവം അരുളി ചെയ്യുന്നു. ഹല്ലേലൂയ. കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ ഏവനും. ഓ, സന്തോഷമില്ല. ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞേ. കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ രക്ഷിക്കപ്പെടും. ആമേൻ. ഏദനിൽ നഷ്ടപ്പെട്ടതിനെ കർത്താവ് റീസ്റ്റോർ ചെയ്യും. അവന്റെ ആത്മാവിനെ അവൻ പകരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോ നമ്മൾ നഷ്ടപ്പെട്ടവരല്ല, ആ ആത്മാവ് നമ്മുടെ ഉള്ളിലുള്ളവരാ. അന്ത്യനാളിൽ ഞാൻ നിങ്ങളുടെ മേൽ എൻ്റെ ആത്മാവിനെ പകരും. ഓൾറെഡി നമ്മുടെ ഉള്ളിൽ അത് ഉള്ളതാ. ഹല്ലേലൂയ. അത് നീ തിരിച്ചറിയുക. ഹല്ലേലൂയ. നിന്റെ ആത്മാവിനെ നീ പണിതെടുക്കുക. അവനെ നീ പ്രവർത്തിക്കാൻ സമ്മതിക്കുക. ഹല്ലേലൂയ. പിശാചിന്റെ വാക്ക് കേട്ട് അത് നല്ലത്, തിന്നാൽ കൊള്ളാം, ഹല്ലേലൂയ, അത് ഭംഗിയുള്ളത് എന്ന് പറഞ്ഞ് നീ പഴയ ഏദനിലോട്ടാണ് പോണതെങ്കിൽ ഹല്ലേലൂയ, നിന്റെ മേൽ കിടക്കുന്ന ആത്മാവ് അവിടെ തന്നെ കിടക്കും. പഴയ ഏദനാണോ ഇഷ്ടം? വരുവാനിരിക്കുന്ന നിത്യതയിലുള്ള സ്വർഗമാണോ നിനക്കിഷ്ടം? ഹല്ലേലൂയ. കർത്താവിന്റെ സാന്നിധ്യത്തിൽ അവനോട് കൂടെ ഇങ്ങനെ തോളോട് തോൾ ചേർന്ന് നടക്കാനാണോ ഇഷ്ടം? ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. അതോ ആദത്തിനെ പോലെ മണ്ണിൽ വേല ചെയ്ത് കഷ്ടപ്പെട്ട ആമേൻ അവൻ നമ്മെ റീസ്റ്റോർ ചെയ്യും.